പഠിക്കാം, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിന് ചോദ്യം വരും, ഉറപ്പായിട്ട് വരും. നെക്സ്റ്റ് സൈക്യാട്രിക്കകത്ത് സ്കിസോഫ്രീനിയ എന്താ? സ്കിസോഫ്രീനിയ എന്ന് വെച്ചാൽ എന്താണ്? മീനിങ് എന്താ? എക്സാമിന് ചോദ്യം വരും. സ്കിസോഫ്രീനിയ മീനിങ് എന്താ? മീനിങ് എന്താ? ഒരു മിനിറ്റ്. ഇത് മീനിങ് എന്താ? സ്പ്ലിറ്റ് മൈൻഡ് ആണോ? ഇപ്പൊ ഫുഡ് വാഷ്റൂം വെച്ച് കേട്ടോ. ആണോ? അത് മീനിങ് എന്താ? പറഞ്ഞേ. മീനിങ് എന്താ? സ്കിസോഫ്രീ മീനിങ് എന്താ? ആലോചിച്ച് പറയാം. മീനിങ് എന്താ? മീനിങ് അർത്ഥം എന്താ? സ്പ്ലിറ്റ് മൈൻഡ് ആണോ? പറഞ്ഞേ. ആണോ? ആണോടെ? ആണോ? എങ്കിൽ ഫസ്റ്റ് ചോദ്യം ഞാൻ പഠിപ്പിക്കുന്നു പറയാണ്. പഠിക്കാൻ പോകുന്ന കാര്യം സ്കിസോഫ്രീനിയാണ്. ട്രീറ്റ്മെന്റിലെ പഠിക്കാൻ പോകുന്ന കാര്യം സ്കിസോഫ്രീനിയാണ്. പക്ഷെ പഠിക്കുന്ന മുമ്പേ തന്നെ ആദ്യ ചോദ്യം പോലാണ് സ്കിസോഫ്രീനിയ എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. ആരാണ് ആ ഒരു വാക്ക് ആദ്യമായി പറഞ്ഞാരാണ്? സ്കിസോഫ്രീനിയ എന്ന വേർഡ് ഫസ്റ്റ് കോയിൻ ചെയ്തതാണ് യൂജിൻ ബ്ലൂർ ആണോ? ചോദ്യം വരും. സ്കിസോഫ്രീനിയ എന്ന വാക്ക് ഫസ്റ്റ് കോയിൻ ആരാ? ഇത് യൂജിൻ ബ്ലൂർ ആണോ? ചോദ്യം വരും. സ്കിസോഫ്രീനിയ വാക്ക് ഫസ്റ്റ് കോയിൻ ബൈ ആരാ? യൂജിൻ ബ്ലൂർ അല്ലേ? അത് ഞാൻ പഠിപ്പിക്കും എങ്കിലും മുൻപേ പറയാണ്. സ്കിസോഫ്രീനിയ വാക്ക് ഫസ്റ്റ് കോയിൻ ചെയ്താരാ? യൂജിൻ ബ്ലൂർ അല്ലേ? ആ പ്രശ്നം എവിടെയാ? ചോദിക്കുകയാണ്. സ്കിസോഫ്രീനിയ കണ്ടിട്ടുണ്ടോ? എന്റെ കഴിഞ്ഞ എക്സാമിന് ഒരു പെൺകുട്ടി ഞാൻ പേര് പറയില്ല, സ്കിസോഫ്രീനിയ, പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വന്നു, ജോലി നേടി. ഞാൻ പേര് പറയില്ല. പക്ഷെ കഴിഞ്ഞ എക്സാമിന് ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം എക്സാം പാസ്സായി. ഇത് ജോലി ചെയ്യുന്നു. ഞാൻ പേര് പറയില്ല. എന്റെ മദർ പ്രോമിസ് പറയാണ്, കഴിഞ്ഞ എക്സാമിന് ആ കുട്ടി പാസ്സായി. ഇത് പത്തനംതിട്ട ജില്ലയിൽ പാസ്സായി. സന്തോഷമല്ലേ? സ്കിസോഫ്രീനിയ ഫാമിലി പ്രശ്നം കാരണം വന്നു, ഫാമിലി ഇഷ്യൂസ് കാരണം വന്നു. സ്കിസോഫ്രീനിയ ഫാമിലി ഇഷ്യൂ 6 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. 6 മാസത്തോളം കിംസ് ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം മാറി. ശേഷം പഠിച്ചു, ഇന്ന് പാസ്സായി. ഇപ്പൊ പത്തനംതിട്ട ജോലിയുണ്ട്. പത്തനംതിട്ടയിൽ സർക്കാർ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. സാധ്യമോ? അതൊക്കെ അത് പോസിബിൾ ആണോ? റിയൽ ആയിട്ട് പോസിബിൾ ആണോ? ഇല്ലല്ലോ. റിയൽ ആയിട്ട് പോസിബിൾ ആണോ? ഇല്ല, പോസിബിൾ ഇല്ല. പക്ഷേ പോസിബിൾ ആക്കാം. എനിക്കറിയാം. പേര് പറയില്ല. ഇന്നും പത്തനംതിട്ട ഹോസ്പിറ്റൽ പറയില്ല. ഇന്നും പത്തനംതിട്ടയിൽ ആ കുട്ടി ഒരു അസുഖമില്ലാതെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ കാരണമൊന്നും പറയില്ല. ആ ഒരു കാരണം കൊണ്ട്, എന്തോ കാരണം ഞാൻ പറയില്ല. ഒരു കാരണം കൊണ്ട്, ഒരു റീസൺ അറിയാമായിരിക്കുമല്ലോ. ഒരു ഫ്രഷായിട്ട് മാരേജ് ചെയ്ത് പോയ വീട്ടിലാണ്, അവർ പ്രശ്നം ഉണ്ടായി, അത് കാരണം വന്നു. എന്താണ്? മാരേജ് കഴിഞ്ഞ് വീട്ടിൽ പോയി 6 മാസം എപ്പോൾ എന്തോ കാരണം കഴിഞ്ഞതാണ് പ്രശ്നമായി വന്നു. അത് കാരണം ഇത് വന്ന ശേഷം അസുഖം 6 മാസത്തോളം ഇത് കിംസ് ഹോസ്പിറ്റലുണ്ടായിരുന്നു, ഫുൾ ട്രീറ്റ് ചെയ്തു, മാറി. ഇപ്പോ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. പറ്റുമോ? വന്നാൽ പിന്നെ ഗോഡ് ബ്ലെസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ഒരുപാട് തവണ എന്താണ് ആ കുട്ടി ഒരുപാട് തവണ എന്താണ് ഇത് മോട്ടിവേറ്റ് ചെയ്തു. ഒരുപാട് തവണ എനിക്കിനി പറ്റില്ല സാർ, അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കല്ലേ, ഒരു അസുഖം വന്നാൽ ആരെങ്കിലും എന്ന് വിചാരിക്കും? ഇല്ലല്ലോ, ആരും ഒന്നും വിചാരിക്കുന്ന പോട്ടല്ലേ. അസുഖം വന്നാൽ അത് തന്റെയും തന്റെ ഫാമിലി പ്രശ്നമല്ലേ, അല്ലാതെ മറ്റാരും പ്രശ്നമല്ല. വന്നാൽ അനുഭവിക്കേണ്ടത് താനും ഫാമിലിയുമാണ്, അല്ലാതെ മറ്റാരുമില്ല. ആരെന്ത് വിചാരിക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല.
പഠിച്ച് പോസിറ്റീവായിട്ട് മാറുക. ഓക്കെ, സോ എന്താ മീനിങ്? എന്താ സ്കിസോഫ്രീനിയ എന്ന് മീനിങ് എന്താ ചോദിക്കാറുണ്ട്. എന്താ എന്താ സ്പ്ലിറ്റ് ആണോ? സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ ആണോ? സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ ആണോ? സ്കിസോ മീൻസ് എന്താ? സ്കിസോ മീൻസ് എന്താ? ഫസ്റ്റ് വാക്ക് സ്കിസോ മീൻസ് എന്താ? സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ അല്ലേ? ഫസ്റ്റ് വേർഡ് സ്കിസോ എന്താ? സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ അല്ലേ? ഡിവിഷൻ അല്ലേ? സ്കിസോ മീൻസ് എന്താ? സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ അല്ലേ? ആണല്ലേ? സ്കിസോ മീൻസ് എന്താ? സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ ആണ്. അത് ഫ്രീനി എന്താ? ഫ്രീനി എന്താ? മൈൻഡ് അല്ലേ? ഫ്രീനി എന്താ? മൈൻഡ് അല്ലേ? ഫ്രീനി മീൻസ് എന്താ? മൈൻഡ് അല്ലേ? മൈൻഡ് അല്ലേ? മൈൻഡ് അല്ലേ? അടേ ആ കുട്ടി അസുഖം ഇപ്പൊ എന്താണ്? ഒരസുഖമില്ല. ഇപ്പൊ ഒരിക്കൽ വന്നു കരുതി പിന്നെ ഒരു സാധ്യതയുണ്ടോ? ഇപ്പൊ ഒരിക്കൽ അസുഖം അത് വന്നാൽ പിന്നെ സാധ്യതയുണ്ടോ? സ്കിസോഫ്രീനിയ ഒരിക്കൽ വന്നാൽ പിന്നെ സാധ്യതയുണ്ടോ? ആരെങ്കിലും പറയോ? ആരെയും പറഞ്ഞേ ഒരിക്കൽ വന്നാൽ പിന്നെ വരാൻ സാധ്യതയുണ്ടോ? എനിമോൺ പറഞ്ഞേ ഒരിക്കൽ വന്നാൽ പിന്നെ സാധ്യതയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. പക്ഷേ സാഹചര്യമല്ലേ? സാഹചര്യമില്ലേ? പക്ഷെ അത് വന്നിട്ട് ഇത് പഠിച്ച് പാസ്സാവുന്ന നോർമലാണോ? അത് പഠിച്ച് അത് വന്നു കഴിഞ്ഞ ശേഷം പഠിച്ച് പാസ്സാകുന്ന സാധ്യമാണോ? അത് വന്ന ശേഷം 6 മാസം കഴിഞ്ഞ് എക്സാമിന് വേണ്ടി പഠിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് സാധ്യമാണോ? അത് വന്ന ശേഷം സ്പ്ലിറ്റ് മൈൻഡ് ശേഷം പഠിച്ച് സാധ്യമാണോ? അത് വന്ന ശേഷം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം പഠിച്ച് പാസ്സാകാൻ സാധ്യമാണോ? അല്ലല്ലോ, അല്ലല്ലോ. കാരണം അതിന്റെ ഇത് ഡ്രഗ്സ് കഴിച്ചാൽ ഉറക്കം വരും, അല്ലേ? ശരിയല്ലേ? അതിന്റെ ഇത് ഡ്രഗ്സ് കഴിച്ചാൽ ഉറക്കം വരില്ലേ? അതിന്റെ ഇത് ഡ്രഗ്സ് കഴിച്ചാൽ ഫുൾ ടൈം ഉറക്കം വരില്ലേ? അല്ലേ? ഇത് പകരം മൊത്തം ചെറിയൊരു മന്ദത ഉണ്ടാവില്ലേ? 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 ഉണ്ടാകില്ലേ? ആ ഡ്രഗ്സ് കഴിച്ചാൽ ഇത് പകലും മൊത്തം ചെയ്യും, ചെറിയൊരു ഒരു മന്ദത ഉണ്ടാവില്ലേ? അറിയാൻ മാർക്കില്ല, അറിയാൻ മാർക്കില്ല. പകല് മൊത്തം എന്താണ്? ഒരു മന്ദത ഉണ്ടാവും. ഒരു മന്ദത ഇല്ലേ? തലയ്ക്ക് എന്താ ഒരു മന്ദത ഇല്ലേ? ഉണ്ടാവും. പക്ഷെ അതും വച്ചുകൊണ്ട് തന്നെ 6 മാസം കഴിഞ്ഞ കുട്ടിക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ്? എനിക്ക് പഠിച്ച് പാസ്സാവണം. ഞാൻ ചെയ്ത ജോലി സ്റ്റാഫ് നേഴ്സ് ആണ് പറഞ്ഞുകൊണ്ട് ആ കുട്ടി എന്താണ് ഇത് സ്കിസോഫ്രീ വെച്ച് എന്താണ് സ്കിസോഫ്രീനി അല്ലെങ്കിൽ ഇത് സ്പ്ലിറ്റ് മൈൻഡ് വെച്ചുകൊണ്ട് ഇപ്പൊ 12 ജോലികൾ പേര് പറയില്ല. കിട്ടിയോ? അത്രയും ഉള്ള ആൾ പഠിച്ചൂടെ? 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 ആ കുട്ടിയുടെ വീഡിയോ റീസെന്റ് ആയിട്ട് കണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ വീഡിയോ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പേര് പറയില്ല, റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഒരു 6 മാസത്തിനകത്ത് റീസെന്റ് ആയിട്ട് ആ കുട്ടിയുടെ വീഡിയോ കണ്ടായിരുന്നു. ഞാൻ പേര് പറയില്ല കേട്ടോ. സ്കിസോഫ്രീനി ആയിരുന്നു കേട്ടോ. സോ എന്താ സ്കിസോ എന്താ? സ്പ്ലിറ്റ് മൈൻഡ് അല്ലേ? സ്പ്ലിറ്റ് അല്ലേ? 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 ഇവിടെ നല്ല ബുദ്ധി ഉണ്ടായിട്ട് പഠിക്കല്ലേ? നല്ല ബുദ്ധി ഉണ്ടായിട്ടേ പഠിക്കുന്നില്ല, അല്ലേ? നല്ല ബുദ്ധി ഉണ്ടായിട്ടേ ആരും പഠിക്കുന്നില്ല. അത് വച്ച് ഇങ്ങനെ ബസ്സല്ലേ? അത് വച്ച് തന്നെ ഇങ്ങനെ ബസ്സല്ലേ ആവശ്യമുണ്ടാണെങ്കിലും അസുഖമാണത്. സ്കിസോഫ്രീ അസുഖമാണോ? അസുഖമാണോ? സ്കിസോഫ്രീ അസുഖമാണോ? സ്കിസോ മീൻസ് സ്പ്ലിറ്റ് ആണ്, ഡിവിഷൻ ആണ് പറഞ്ഞു. ഫ്രീഡി മീൻസ് മൈൻഡ് ആണ് പറഞ്ഞു. അസുഖമാണത്? അസുഖമാണത്? അസുഖമാണോ? അസുഖമാണോ? ആണ്, അല്ലേ? ഇറ്റ്സ് എ മെന്റൽ ഡിസോർഡർ ദാറ്റ്സ് characterized by psychotic feature. അല്ലേ? The mental disorder is characterized by psychotic feature. എനിക്ക് എപ്പോഴും ഇത് പഠിപ്പിക്കുമ്പോഴും അത് ഓർമ്മ കേട്ടോ. കാരണം ഇപ്പൊ നോർമലാണ്. ഇപ്പൊ എന്താണ്? ഒരു പ്രശ്നമില്ല, ഒരു ടാബ്ലറ്റ് ഇല്ല. ഞാൻ ചോദിക്കാറുണ്ട്, ഒരു ടാബ്ലറ്റ് ഇല്ല. ഇപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിയുന്നില്ല, ഫുള്ളായിട്ടല്ലേ? ഫുള്ള് മാറി കഴിഞ്ഞു. ചെറിയ എന്തോ കാരണം വന്ന കാര്യമാണ്. എന്തായിരിക്കും? മെന്റൽ ഡിസോർഡർ, സൈക്കോട്ടിക് ഇതൊക്കെ ഉണ്ട്. സൈക്കോട്ടിക് ഫീച്ചേഴ്സിലേക്ക് എന്തൊക്കെ ഉണ്ട്? സ്കിസോഫ്രീനിക് സൈക്കോട്ടിക് ഇതൊക്കെ ഉണ്ട്. സ്കിസോഫ്രീനിക് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഇതൊക്കെ ഉണ്ട്. ഇത് അഖില പറഞ്ഞ പോലെ തന്നെ എന്റെ ഫാദറിലേക്ക് ഉണ്ടോ? ഉണ്ടോ? അഖില ഉണ്ടോ? ഉണ്ടോ? അഖില പറഞ്ഞ തന്നെ ഫാദറിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത് ട്രീറ്റ് ചെയ്ത് മാറിക്കൂടെ? നമ്മുടെ ഒരു വലിയ അസുഖം കടത്തേണ്ട ആവശ്യമില്ല. വലിയൊരു അസുഖം 6 മാസം ഫുള്ളായിട്ട് ചെയ്താൽ മാറും. എനിക്കറിയാം. 6 മാസം കൊണ്ട്
ഫുള്ളായിട്ട് മാറും കേട്ടോ. എന്തായിരിക്കും ഇത്? പഠിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്ന കാര്യം കാണാൻ പഠിക്കരുത്, കാര്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് എക്സാം പറഞ്ഞത്, കാര്യം മനസ്സിലാക്കി പഠിക്കുക. എന്തായിരിക്കും സൈക്കോട്ടിക് ഫീച്ചർ എന്ന് പറഞ്ഞു. സ്കിസോഫ്രീനിക്ക് അത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു. എന്തായിരിക്കും ഫീച്ചേഴ്സ് എന്നൊക്കെ? സ്കിസോഫ്രീനിക്ക് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും സൈക്കോട്ടിക് ഫീച്ചേഴ്സ്? ഒക്കെയായിരിക്കും തോട്ട് പ്രശ്നമുണ്ടോ? തോട്ട് പ്രശ്നമുണ്ടോ? സ്കിസോഫ്രീനിക്ക് തോട്ട് പ്രശ്നമുണ്ടോ? ഫസ്റ്റ് ചോദ്യമാണ്. ഫസ്റ്റ് ആയതാണ് സൈക്കോട്ടിക് ഫീച്ചർ എന്ന് പറയുമ്പോൾ സ്കിസോഫ്രീനിക്ക് തോട്ടിന്റെ പ്രശ്നമുണ്ടോ? തോട്ട് പ്രോസസ് പ്രശ്നമുണ്ടോ? പറഞ്ഞു പഠിക്കേ. സ്കിസോഫ്രീനി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം സൈക്കോട്ടിക് ഫീച്ചർ എന്ന് പറയുമ്പോൾ തോട്ടിന്റെ പ്രോസസ് പ്രശ്നമില്ലേ? തോട്ടിന്റെ പ്രോസസ്സിന് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിശ്വാസം ഇല്ലായിരിക്കുമല്ലോ, മറ്റുള്ളവരെ ഒരുപാട് വിശ്വാസമായിരിക്കുമല്ലോ, അല്ലേ? തോട്ടിന്റെ പ്രശ്നമുണ്ട്. മറ്റുള്ളവരെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രശ്നമില്ലേ? അല്ലേ? 6 മാസം അല്ലേ? 6 മാസം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രശ്നമില്ലേ? അല്ലെ? അപ്പോൾ തോട്ട് പ്രോസസ് പ്രശ്നമുണ്ട്, അല്ലെ? അപ്പൊ തോട്ട് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻ പ്രശ്നമല്ലേ? ഒരിക്കലും തോട്ട് പ്രോസസ് ഒരിക്കലും സ്കിസോഫ്രീനി നോർമൽ ആയിരിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരിക്കലും വിശ്വാസം ഉണ്ടായിരിക്കില്ല. എപ്പോഴും തോട്ട് പ്രോസസ് പ്രശ്നം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ളവർ ഒരിക്കലും വിശ്വാസം ഉണ്ടായിരിക്കില്ല. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് 6 months വരെയാണ്. എന്ത് വിളിക്കാം? സ്കിസോഫ്രീനിയ. തോട്ട് പ്രോസസിന്റെ പ്രശ്നമാണ്. ഒരിക്കലും എന്താണ്, മറ്റുള്ള വിശ്വാസമില്ല. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണ്, ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് 6 മാസം ഉണ്ട് വിളിക്കാം സ്കിസോഫ്രീനിയല്ലേ? അല്ലേ? സ്കിസോഫ്രീനിയല്ലേ? അല്ലേ? ഇത് ഞാൻ എഴുതി നോട്ടില്ലേ? എഴുതി നോട്ടിനകത്ത് കാര്യം ഉണ്ടായിരിക്കും. ഇത് ഞാൻ എഴുതി നോട്ടിനകത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താ? 3 കരുതൊക്കെയാ. ഇത് തിങ്കിങ് പ്രശ്നമല്ലേ? ഈ എഴുതി നോട്ടിനകത്തുണ്ട് പ്രധാനപ്പെട്ട സ്കിസോഫ്രീനി എന്തൊക്കെയാ? തിങ്കിങ് പ്രശ്നവും പെർസെപ്ഷന്റെ അല്ലേ? പെർസെപ്ഷന്റെ പ്രശ്നവും അതുപോലെ ഇത് മൂടല്ലേ? അല്ലേ? സ്കിസോഫ്രീനി എന്ന് പറയുമ്പോൾ തിങ്കിങ് പ്രശ്നവും പെർസെപ്ഷന്റെ പ്രശ്നവും മൂഡിന്റെ പ്രശ്നമല്ലേ? അല്ലേ? തിങ്കിങ് പെർസെപ്ഷൻ മൂടല്ലേ? എപ്പോഴും സ്കിസോഫ്രീനി എന്ന് പറയുന്നതായിരിക്കും തിങ്കിങ്ങിന്റെയും പെർസെപ്ഷന്റെയും മൂഡ് പ്രശ്നമല്ലേ? അല്ലേ? പറഞ്ഞേ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പിൽ പോയിട്ട് ആരും ചോദിക്കരുത്. ഇത് ഗ്രൂപ്പിൽ പോയിട്ട് ആരെങ്കിലും പത്തനംതിട്ടയുള്ള ആളാരും ചോദിക്കരുത് കേട്ടോ. ഇത് ഗ്രൂപ്പിൽ പോയിട്ട് പത്തനംതിട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഗ്രൂപ്പിൽ പോയിട്ട് ആരെങ്കിലും പത്തനംതിട്ട ഉണ്ടോ എന്ന് ചോദിക്കുക. കറണ്ടായിട്ട് വർക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ആരും മെസ്സേജ് കേട്ടോ. കേൾക്കുന്നുണ്ടോ? അയാൾക്ക് വിഷമം ഉണ്ടാകും കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് വീഡിയോ കേട്ടോ, വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. ആരും പത്തനംതിട്ട ഉണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? സ്കിസോഫ്രീനി ആയിരുന്നു അത് പറഞ്ഞുകൊണ്ട് ആരും കേട്ടോ ചോദിക്കോ? ചോദിച്ചാലും ഒന്നുമില്ല. അയാളിപ്പോ പോസിറ്റീവാണ്. ചോദിച്ചാൽ എന്താണ്? അയാൾക്കൊന്നുമില്ല. അയാളിപ്പോ എന്താ പലതും കഴിയുന്ന ആളാണ്. ചോദിച്ചാലും അയാൾ എന്താണ്? സിമ്പിൾ കളയും. നമ്മളെക്കാളിൽ കൂടുതൽ ഇത് എനർജി എപ്പോൾ നമുക്ക് കാണല്ലേ? നമുക്ക് കാണല്ലേ? നമുക്കും കാണാം. അതിന് ശരിയല്ലേ? നമുക്ക് തന്നെയല്ലേ? അയാളെ പോസിറ്റീവ്, ഭയങ്കര പോസിറ്റീവാണ്. എനിക്കറിയാം. ഇപ്പോ എന്താണ് ഒരു കാര്യം ഒരു കാര്യം ഭയങ്കര പോസിറ്റീവ് കാര്യമാണ്. ജോലി ചെയ്യുന്നതോ ഭയങ്കര പോസിറ്റീവ് കാര്യമാണ്. റാങ്ക് ഉണ്ട് കേട്ടോ. അത് പറഞ്ഞല്ലോ, റാങ്ക് 12 റാങ്ക് കേട്ടോ. സൗണ്ട് കേൾക്കുമല്ലോ. റാങ്കുള്ള ആളാണ് കേട്ടോ. റാങ്ക് ഉണ്ട്, മറക്കരുത്. സോ ഇമ്പോർട്ടന്റ് കാര്യം, പഠിക്കേണ്ട കാര്യം സ്കിസോഫ്രീനിയുടെ ക്ലിനിക്കൽ ഫീച്ചർ ഇല്ലേ? സ്കിസോഫ്രീനിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എക്സാം ചോദിക്കും. എത്രയുണ്ട്? നമുക്ക് ഏറ്റവും പഠിക്കാനില്ലേ? നമുക്ക് ഏറ്റവും ഇമ്പോ പഠിക്കാൻ എന്താ? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിസോഫ്രീനിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എക്സാമിന് ചോദ്യം വരും. അതിന് 2 ടൈപ്സ് ഒക്കെയാണ്. ആദ്യം ഫസ്റ്റ് ആയിട്ട് പ്രൈമറി അല്ലെങ്കിൽ
ഫണ്ടമെന്റൽ സിംറ്റംസ് തിരിക്കാം. ഫസ്റ്റ് ആയിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സിനെ പ്രൈമറി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് തിരിക്കുക. അതാണ് എപ്പോഴും എന്താ ഇതിനെ എപ്പോഴും യൂജിൻ ബ്ലൂസ് 4 A's അല്ലേ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്, എക്സാമിൽ കാണുന്ന കാര്യമാണ്. ഈ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ പ്രൈമറി സിംറ്റംസിന് എപ്പോഴും പറയുന്ന വാക്ക് എന്താ? യൂജിൻ ബ്ലൂസ് 4 A's അല്ലേ. ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ പ്രൈമറി സിംറ്റംസിനെ പറഞ്ഞ പേരെന്താ? യൂജിൻ ബ്ലൂസ് 4 A's അല്ലേ 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 കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? യൂജിൻ ബ്ലൂസ് 4 A's of schizophrenia. 4 A's of schizophrenia. 4 A's of schizophrenia. അല്ലേ? സോ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് പ്രൈമറി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സിംറ്റംസിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യമാണ് യൂജിൻ ബ്ലൂസ് 4A. എന്തൊക്കെ വരും? എക്സാം ചോദ്യം വരും. എന്തൊക്കെ വരും? എക്സാം ചോദ്യം വരും. എന്തൊക്കെ വരും? ഓട്ടിസം ഓർ ദ മെന്റൽ ഇൻട്രോവേർഷൻ അല്ലേ അല്ലേ അടേ ഞാൻ ഇത് പഠിപ്പിക്കുന്നത് കുറെ പറഞ്ഞുതരാം. പഠിപ്പിക്കുന്ന മുമ്പേ തന്നെ കുറെ വാക്ക് പറഞ്ഞുതരാം. ഓട്ടിസം എന്താ? ഇത് പഠിപ്പിക്കുന്നത് പറഞ്ഞുതരാം. ഓട്ടിസം എന്താ? ഇത് പഠിപ്പിക്കുന്ന മുമ്പേ തന്നെ കുറെ പറഞ്ഞുതരാം. ഓട്ടിസം എന്താ? ആരുടെ മിണ്ടില്ല, സംസാരിക്കില്ല, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആളാണോ? ആരുടെ മിണ്ടില്ല, സംസാരിക്കില്ല, എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണോ? ഒരു കാര്യത്തിലും ആരുടെ മിണ്ടില്ല, സംസാരിക്കില്ല, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആളാണ് ഓട്ടിസം അല്ലേ അല്ലേ ഓട്ടിസം അല്ലേ. ആരുടെ സംസാരിക്കില്ല. സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമല്ലോ? സൗണ്ട് കേൾക്കാമോ? ആരുടെ മിണ്ടില്ല, സംസാരിക്കില്ല. പറയണം, അത് പറയാം. ആരും സംസാരിക്കില്ല, മിണ്ടില്ല. ഓട്ടിസം ആരടുത്തും സംസാരിക്കില്ല, മിണ്ടിസല്ലേ മിണ്ടില്ല. ഓട്ടിസല്ലേ ഓട്ടിസം അല്ലേ ഓട്ടിസം അല്ലേ. ആരതും മിണ്ടില്ല, സംസാര ഓട്ടിസം അല്ലേ ഓട്ടിസം അല്ലേ. ഓട്ടിസം അല്ലേ ഓട്ടിസം അല്ലേ. ഓട്ടിസനെ പറഞ്ഞ മറ്റൊരു വാക്ക് എന്താ? ഓട്ടിസനെ പറയുന്ന മറ്റൊരു വാക്ക് എന്താ? ഇറ്റ്സ് ദ മെന്റൽ ഇൻട്രോവേർഷൻ. ഓട്ടിസത്തിനെ പറഞ്ഞ മറ്റൊരു പേര് എന്താ? മെന്റൽ ഇൻട്രോവേർഷൻ. മറക്കരുത്. ഓട്ടിസത്തിനെ പറഞ്ഞ മറ്റൊരു എന്താ? മെന്റൽ ഇൻട്രോവേർഷൻ. മെന്റൽ ഇൻട്രോവേർഷൻ കേട്ടോ. ഓട്ടിസം അതർവൈസ് പറഞ്ഞ എന്താ? മെന്റൽ ഇൻട്രോവേർഷൻ വിളിക്കുക. എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും? ഈ പറഞ്ഞ ബാക്കിയുള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലേ? ശരിയല്ലേ? ഇത് വിട്ടുണ്ടാവില്ലേ? വിട്ടുണ്ടല്ലേ? എൻവയോൺമെന്റുമായിട്ടും ആ ലോകത്ത് തന്നെ ഒരു ചുറ്റുപാടുമായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇത് വിട്ടുവിടുന്നതല്ലേ ഓട്ടിസം ഓർ ദ മെന്റൽ ഇൻട്രോവേർഷൻ. ശരിയല്ലേ? ആ ചുറ്റുപാടുമായി തന്നെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ആ ലോകത്ത് തന്നെ എന്താ ഒരു ബന്ധവുമില്ലാതെ. അതെ, അതായിക്കൊണ്ടിരിക്കും അല്ലേ അല്ലേ. എൻവയോൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, വിഡ്രോവൽ ഉണ്ടാവാറില്ലേ. സംസാരിക്കുന്നത് അറിയില്ലല്ലോ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലല്ലോ അല്ലേ. ചുറ്റുപാടും എന്തുമായി നടന്നെന്ന് അറിയില്ലല്ലോ. ഓട്ടിസം എന്നാൽ എന്താണ്? ചുറ്റുപാടും നടക്കുന്നത് എന്തെന്ന് മനസ്സിലായില്ലല്ലോ. എപ്പോഴും ഓട്ടിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചുറ്റുപാടുമായി എന്താണ് നടക്കുന്നത് അറിയില്ലല്ലോ. ശരിയല്ലേ അല്ലേ? ശരിയല്ലേ? ആരിടത്തും ഒന്നും ചോദിക്കില്ല, ഒന്നും മിണ്ടില്ല. ശരിയല്ലേ? ആരിടത്തും ഒരു കാര്യം ചോദിക്കില്ല, മിണ്ടില്ല, സംസാരിക്കില്ല. അതല്ലേ ഓട്ടിസം. ആരിടത്തും ഒരു കാര്യം ചോദിക്കില്ല, മിണ്ടില്ല, സംസാരിക്കില്ല. അതല്ലേ ഓട്ടിസം. ക്ലിയർ ക്ലിയർ ക്ലിയർ. ഫസ്റ്റ് കിട്ടിയോ? സൂപ്പർ. ഫസ്റ്റ് കിട്ടിയോ? യെസ്. സോ നെക്സ്റ്റ് ഈസ് അഫക്റ്റ് ഇത് ഇൻകോൺഗ്രിറ്റി. അഫക്റ്റ് ഇത് ഇൻകോൺഗ്രിറ്റി എന്താ?
എന്തായിരിക്കും? എന്തായിരിക്കും? എന്തായിരിക്കും അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ്? എന്തായിരിക്കും? അത് ജോയിൻ ചെയ്യട്ടോ പഠിക്ക്, ജോയിൻ ചെയ്യും. എന്തായിരിക്കും അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ്? എന്തായിരിക്കും? 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 അറിയാം. എന്തായിരിക്കും? പേഷ്യന്റ് ഇത് മൂഡ് നോർമൽ ആണോ? പേഷ്യന്റ് ഇത് മൂഡ് ഇൻഅപ്രോപ്രിയറ്റ് അല്ലേ? പേഷ്യന്റ് മൂഡ് ഇൻഅപ്രോപ്രിയറ്റ് അല്ലേ? മൂഡ് ഇൻഅപ്രോപ്രിയറ്റ് ആയിരിക്കില്ലേ? അല്ലേ? അറിയാം. സങ്കടം വരുമ്പോൾ ചിരിക്കും, ശരിയല്ലേ? അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ് പറഞ്ഞാൽ സങ്കടം വരുമ്പോൾ ചിരിക്കും, ശരിയല്ലേ? അല്ലേ? അല്ലേ? ഇത് ചിരിക്കുന്ന സമയത്ത് കരയാറില്ലേ? ചിരിക്കുന്ന സമയത്ത് കരയുകയും, ശരിയല്ലേ? ചിരിക്കുന്ന സമയത്ത് കരയുകയും സങ്കടം വരുമ്പോൾ ചിരിക്കുന്ന ആൾക്കാരല്ലേ? ശരിയല്ലേ? അല്ലെ? ഇൻഅപ്രോപ്രിയറ്റ് ഉള്ള മൂഡ് അല്ലേ? അല്ലേ? കല്യാണ വീട്ടിൽ പോയിട്ട് കരയുക, അന്ന് മരണ വീട്ടിൽ പോയിട്ട് ചിരിക്കുക, സിറ്റുവേഷൻ പറ്റാതിരുന്നല്ലേ? അല്ലെ? അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അനുസരിച്ച് മൂഡ് മാറി എന്ന് വിളിക്കാം അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ് അല്ലേ? അല്ലേ? ഒരു സിറ്റുവേഷൻ പറ്റാവുന്ന രീതിയിൽ അയാൾ ചിന്തിക്കാതെ പ്രവൃത്തി വിളിക്കാം. സിറ്റുവേഷൻ പറ്റാതെ അയാൾ ചിന്തിക്കാതെ പ്രവൃത്തി വിളിക്കാം അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ് അല്ലേ? ഇത് കല്യാണം വീട്ടിൽ പോയിട്ട് കരയും, അതിന് മരണ വീട്ടിൽ ചിരിക്കും, അല്ലേ? ഇൻഅപ്രോപ്രിയേറ്റ് മൂഡ് ഓഫ് പേഷ്യന്റ് അല്ലേ ഇത്? അല്ലേ? ഇത് അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ് എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫ് പേഷ്യന്റ് അല്ലേ? ഇൻഅപ്രോപ്രിയേറ്റ് അല്ലേ? ഇത് കല്യാണ വീട്ടിൽ പോയിട്ട് കരയും, ആ മരണ വീട്ടിൽ പോയിട്ട് ചിരിക്കും. അറിയാം ആർക്കെങ്കിലും? അറിയാമോ? നിങ്ങൾ തന്നെയാണ്. ക്ലിയർ? 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 ആൻഡ് the third is എന്താ? The third is association disturbance. എന്താ? അസോസിയേഷൻ ഡിസ്റ്റർബൻസ് എന്താ? മൂന്നാമത്തെ കാര്യമാണ് അസോസിയേഷൻ ഡിസ്റ്റർബൻസ്. എന്താ? നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നല്ലേ? അസോസിയേറ്റീവ് ഡിസ്റ്റർബൻസ് പറയുമ്പോഴേ, അസോസിയേറ്റീവ് ഡിസ്റ്റർബൻസ് പറയുമ്പോൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നതാണോ? പേഷ്യന്റ് എപ്പോഴും ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ കഴിവില്ല. അസോസിയേറ്റീവ് ഡിസ്റ്റർബൻസ് ഒരു പേഷ്യന്റിന് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവില്ല, ശരിയല്ലേ? സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. കേൾക്കാമോ? കേൾക്കാമോ? മൂഡ് ഓഫ് പേഷ്യൻ പറയുമ്പോൾ സാഹചര്യം അല്ലേ? മൂഡ് ഓഫ് പേഷ്യൻ പറയുമ്പോൾ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. മൂഡ് ഓഫ് പേഷ്യൻ പറയുമ്പോൾ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തയാണോ? സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കപ്പെടുന്നതാണോ? സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നതാണോ? എക്സാം ഹാളിൽ പോയിട്ട് നല്ല ടെൻഷനായി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ചുരുട്ടിക്കളയാണോ? എക്സാം ഹാളിൽ പോയിട്ട് അതുകൊണ്ടായിരിക്കും എക്സാം ഹാളിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു, നല്ല ടെൻഷനായി ക്വസ്റ്റ്യൻ പേപ്പറിനെ ചുരുട്ടി മടക്കി കളഞ്ഞിട്ട് വരുന്നതാണോ? അല്ലെങ്കിൽ ആ പേനയെ എറിഞ്ഞു വരുന്നതാണോ? അല്ലേ? അതല്ലേ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കരുത്. അതെ, എക്സാം ഹാളിൽ വന്നിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച ശേഷം അതിനെ ചുരുട്ടി കളഞ്ഞൂടെ? ആ ഒരു പേരെ എടുത്ത് കളഞ്ഞൂടെ? അല്ലേ? അതെല്ലാം സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കരുതല്ലേ? അതെല്ലാം സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാതല്ലേ? ശരിയല്ലേ? സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇല്ലേ? ഉണ്ടല്ലോ, ഇല്ലല്ലോ? അതെ, ശരിയല്ലേ? ഞാൻ മറിച്ചു പോയി. ഇപ്പൊ എക്സാം വരികയാണ്, എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾ ആ സമയത്ത് സാഹചര്യം അനുസരിച്ച് അതെ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാം മടക്കി ചൂട്ടി കളയുക, ആ പേന എടുത്ത് എറിയുക. എന്തായിരിക്കും അത്? പേഷ്യന്റ് മൂഡ് അനുസരിച്ച് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് വിളിക്കാം. പേഷ്യന്റ് മൂഡ് അനുസരിച്ച് ഇൻഅപ്രോപ്പർ എന്ന് വിളിക്കാം. അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ് അല്ലേ? ശരിയല്ലേ? ആ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ
അത് പ്രസന്റ് ടൈമിലുള്ള സാഹചര്യം അനുസരിച്ച് ഇത് പ്രവർത്തിച്ചില്ലേ എന്ന് വിളിക്കാം അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ് അല്ലേ? അല്ലേ? എക്സാം ആണ്, ഹാർഡ് രാവിലെ സമയം 7:30 പോയിരിക്കുകയാണ്, ക്വസ്റ്റ്യൻ കിട്ടി, ആ ചൂട്ടി മടക്കി എറിയുന്നു, ആ പേന എടുത്ത് വലിച്ചെറിയുന്നു എന്ന് വിളിക്കാം അഫക്റ്റീവ് ഇൻകോൺഗ്രന്റ് അല്ലേ? അല്ലേടെ? ഉണ്ടാവും അതൊക്കെ? ഉണ്ടാവരുത്. ക്ലിയർ? 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 Clear? Yes. So next is association the disturbance. Next is association the disturb in the gap. Association the disturb in the gap. എന്തൊക്കെയാ? എന്തായിരിക്കാ? എന്തായിരിക്കും? എന്തൊക്കെ ഇരിക്കും? എന്തൊക്കെ ഇരിക്കും? ചിരിക്കുന്ന സമയത്ത് കരുതണോ? ചിരിക്കുന്ന സമയത്ത് കരയുകയും കരയുടെ സമയത്ത് ചിരിക്കുകയാണോ? അസോസിയേഷൻ ദ ഡിസ്റ്റർബൻസ്. പേഷ്യന്റിന് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ആണോ? ചിരിക്കുന്ന സമയത്ത് കരയുകയും ഇത് കരയുടെ സമയത്ത് ചിരിക്കുകയാണോ? അസോസിയേഷൻ ദ ഡിസ്റ്റർബൻസ് ആണോ? 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 പേഷ്യന്റിന് ലോജിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. പേഷ്യന്റ് ലോജിക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. ഐഡിയ എപ്പോഴും ഒരു പോയിന്റിൽ നിന്ന് അതർ പോയിന്റിലോട്ട് വിത്തൗട്ട് കണക്ഷൻ പോകുന്നു. അത് ശരിയല്ലേ? ലോജിക്ക് തിങ്ക് ചെയ്യാൻ പറ്റാതെ ഐഡിയസ് ഒരു പോയിന്റിൽ നിന്നും അതർ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. പക്ഷെ കണക്ഷൻ ഇല്ല. പേഷ്യന്റ് മൈൻഡിലുള്ള എന്താണ് ചിന്താഗതിയില്ലേ? ചിന്താഗതി ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റ് പോവുകയാണ്. പക്ഷെ ഒരു കണക്ഷൻ ഇല്ല. വിത്തൗട്ട് കണക്ഷൻ ഒരു പോയിന്റ് അതർ പോയിന്റ് വിളിക്കാം അസോസിയേറ്റ് ഡിസ്റ്റർബൻസ് അല്ലേ? അല്ലേ? തിങ്ക് ചെയ്ത കാര്യം, ചിന്തിക്കുന്ന കാര്യം ഒരു പോയിന്റിൽ നിന്നും ആദ്യ പോയിന്റ് എന്താണ്? ഒരു കണക്ഷൻ ഇല്ലെന്ന് വിളിക്കാം. ഒരു കണക്ഷൻ ഇല്ലാതെ ഒരു പോയിന്റിൽ നിന്നും ആദ്യ പോയിന്റ് വിളിക്കാം അസോസിയേഷൻ ദ ഡിസ്റ്റർബൻസ് അല്ലേ? അസോസിയേഷൻ ഡിസ്റ്റർബൻസും അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് ആണോ? അസോസിയേഷൻ ദ ഡിസ്റ്റർബൻസും അഫക്റ്റീവ് ദ ഡിസ്റ്റർബൻസ് ഒന്നാണോ? ഇത് യൂജിൻ ബ്ലൂസിനകത്തുള്ള അസോസിയേഷൻ ഡിസ്റ്റർബൻസും അഫക്റ്റീവ് ഡിസ്റ്റർബൻസും ഒന്നാണോ? 4 A'സിനകത്ത് അഫക്റ്റീവ് ഡിസ്റ്റർബൻസും അസോസിയേഷൻ ഒന്നാണോ? അല്ല. അല്ലല്ലോ. ഒന്നാണോ? അഫക്റ്റീവ് എന്താ? അഫക്റ്റീവ് എന്താ? അഫക്റ്റീവ് എന്താ? അഫക്റ്റീവ് എന്താ? അഫക്റ്റീവ് എന്താ? പറഞ്ഞ കാര്യം. പേഷ്യന്റ് മൂടെന്താ? ഇന്നപ്പുറല്ലേ? പേഷ്യന്റ് മൂടെന്താ? ഇന്നപ്പുറല്ലേ? അഫക്റ്റീവ് എന്താ? അഫക്റ്റീവ് എന്താ? പേഷ്യന്റ് മൂടെന്താ? ഇന്നപ്രോപ്പറില്ലേ? അഫക്റ്റീവ് എന്താ? പേഷ്യന്റ് മൂടെന്താ എപ്പോഴും ഇന്നപ്രോപ്പറില്ലേ? അഫക്റ്റീവ് ആണെങ്കിൽ പേഷ്യന്റ് മൂടെ എന്താ? ഇന്നപ്രോപ്പർ. കല്യാണത്തിൽ പോയി കരയുക, മരണത്തിൽ പോയി ശരിക്കും ഒരു സിറ്റുവേഷൻ പറ്റാതെ നിന്ന് പെരുമാറിക്കും അല്ലേ? അസോസിയേഷൻ എന്തായിരിക്കും? അസോസിയേഷൻ എന്തായിരിക്കും? ഒരു ഐഡിയ അല്ലേ? ഒരു ലോജിക്കൽ ഐഡിയയും ഇല്ലാതെ പ്രവർത്തിക്കുകയാണോ? പേഷ്യന്റ് ഈസ് അൺഎബിൾ തിങ്ക് ലോജിക്കൽ അല്ലേ? ഒരു ഐഡിയ പറ ഷിഫ്റ്റ് മറക്കുന്നതാണോ? ഒരു കണക്ഷൻ ഇല്ലാതെ, ഒരു കണക്ഷനിലെ മൈൻഡിനകത്ത്, ഒരു കണക്ഷനും മൈൻഡിൽ ഐഡിയസ് മാറി പോകുന്നതാണോ? ഒരു കണക്ഷനും ഇല്ലാതെ മൈൻഡിൽ ഐഡിയസ് മാറിപ്പോകുന്നതാണോ? ഒരു കണക്ഷനുള്ള മൈൻഡിൽ ഐഡിയസ് മാത്രമാണോ? ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത ആൾക്കാരാണോ? ആണ്. അസോസിയേഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കരുത്. ഇപ്പോഴത്തെ അവസ്ഥയാണോ? ഇപ്പോഴത്തെ അവസ്ഥയാണോ? ടുമാറോ എന്താ കോർപ്പ് ക്ലാസ് ആണ് കേട്ടോ. ടുമാറോ ഇല്ലേ? ടുമാറോ ദ കോർപ്പ് ക്ലാസ് ഇല്ലേ? നാളെ ദ കോർ പോയിന്റ് ക്ലാസ് ഉണ്ട്. ഇന്ന ദിവസം എന്താ? വെള്ളിയാഴ്ച ആണ്. ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ. ടുമോറോ 6 ഈവനിങ് 6 ദ കോർ പോയിന്റ് ക്ലാസ് ഉണ്ട്. 6 ആണോ ഓർ 9 ആണോ? 6 or 9 പറഞ്ഞേ. 6 or 9? ആ പഠിക്കുന്നുണ്ടോ? 6 or 9. കാരണം സൺഡേ ക്ലാസ് ഉണ്ടല്ലേ? സൺഡേ ഫുൾ ടൈം ക്ലാസ് ഉണ്ട്. എന്ത് വേണം?
6 or 9? 6 മതിയോ? ഓക്കെ 6 മതി. എനിക്ക് കുഴപ്പം 6 മതി. കാരണം ബാക്കി എല്ലാ ബാച്ചും ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി എല്ലാവരും പെൻഡിങ് ഉള്ളത് കോർപ്പ് ഇൻട്രസ്റ്റ്. കോർപ്പ് എന്ന് പറയുമ്പോൾ ഫാർമക്കോളജി ഇല്ലേ, ഫാർമക്കോളജി കാര്യങ്ങളൊക്കെ ഇല്ലേ പറഞ്ഞുതരാറുണ്ട്. ഫാർമക്കോളജി ഉള്ള സബ്ജക്റ്റില് എല്ലാം പറഞ്ഞുതരാറുണ്ട്. പഠിക്കട്ടോ, ഓക്കെ പഠിക്കുക. ഓക്കെ ഫാർമക്കോളജിക്കില്ലേ, ഫാർമക്കോളജി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറെ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്, കാണാം. ഓക്കെ സോ ദ ഫോർത്ത് വൺ ഈസ് ആംബിവാലൻസ്. എന്താ ഫോർത്ത് വൺ ഈസ് ആംബിവാലൻസ്? എന്താ ആംബിവാലൻസ്? എന്താ ആംബിവാലൻസ്? ആർക്കും ഫാർമക്കോളജി ഞാൻ എഴുതി നോട്ടില്ലേ? ആർക്കും ഫാർമക്കോളജി ഞാൻ എഴുതി നോട്ട് ചോദിക്കട്ടോ. ആരെങ്കിലും ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ശേഷം ക്ലാസ് കഴിഞ്ഞ ശേഷം ഫാർമക്കോളജിയിലെ ചോദിക്കട്ടോ. അത് കേട്ടോ, ഫാർമക്കോളജി ഞാൻ എഴുതി നോട്ടില്ലേ ചോദിക്കും കേട്ടോ. ഇപ്പൊ ക്ലാസ് പഠിക്കുന്ന ആൾക്കാർ മാത്രം ചോദിക്കട്ടോ. എന്താ ആംബിവാലൻസ്? എന്താ ഓപ്പോസിറ്റ് ഫീലിംഗ് അല്ലേ? ഓപ്പോസിറ്റ് ഫീലിംഗ് അല്ലേ? ആശ പറഞ്ഞ തന്നെ ആംബിവാലൻസ് എന്താ? ഓപ്പോസിറ്റ് ഫീലിംഗ് അല്ലേ? ഓപ്പോസിറ്റ് ഫീലിംഗ് അല്ലേ? ഓപ്പോസിറ്റ് ഫീലിംഗും ആറ്റിറ്റ്യൂഡ്സ് ആകാം, ഓർ ദ വിഷസ് ആയിക്കൂടെ അല്ലേ? ടുവാർഡ്സ് സെയിം പേഴ്സണോ ഒബ്ജക്ട്സോ സിറ്റുവേഷൻ ആയിക്കൂടെ അല്ലേ? എന്താണോ ഫീലിംഗ് അതിന്റെ ഓപ്പോസിറ്റ് കാണിക്കുന്നതല്ലേ? എന്താണോ ഫീലിംഗ് അതിന്റെ ഓപ്പോസിറ്റ് കാണിക്കുന്ന ആംബിവാലൻസ്, ശരിയല്ലേ? എന്താണോ ഫീലിംഗ്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഫീലിംഗ് അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന വിളിക്കാം ആംബിവാലൻസ് അല്ലേ? എക്സാം എഴുതിയ ശേഷം ഫുൾ മാർക്ക് ഇട്ട് ഉറപ്പുപോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡോട് ദേഷ്യപ്പെടാറുണ്ടോ? എക്സാം പാസ്സാകുമെന്ന് ഉറപ്പ് വരുമ്പോ ക്വസ്റ്റ്യൻ ഫുള്ളും ശരിയാണെന്ന് കരുതുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഫാമിലിയോട് വഴക്കുണ്ടാക്കുന്ന ആംബിവാലൻസ്. അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇത് ഓപ്പോസിറ്റ് അല്ലേ? എന്താണോ ഫീലിംഗ് അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന വിളിക്കാം. എന്താണോ ഫീലിംഗ് അതിന്റെ ഓപ്പോസിറ്റ് കാണിച്ചാൽ ആംബിവാലൻസ്. മറക്കരുത്, എന്താണോ ഉള്ള ഫീലിംഗ് അതിന്റെ ഓപ്പോസിറ്റ് കാണിച്ചാൽ ആംബിവാലൻസ്. ക്ലിയർ? എന്താണോ ഫീലിംഗ് അതിന്റെ ഓപ്പോസിറ്റ് കാണിച്ചാൽ ആംബിവാലൻസ് വിളിക്കുക. ക്ലിയർ? ഇത്രയും അല്ലേ ദ ഫണ്ടമെന്റൽ സിംറ്റംസ്? ഇത്രയും ഈ പറഞ്ഞ 4 അല്ലേ സിംറ്റംസ്? ഈ പറഞ്ഞ 4 കാര്യമല്ലേ ഫണ്ടമെന്റൽ സിംറ്റംസ്? അല്ലെങ്കിൽ യൂജീൻ ബ്ലൂസ് 4A. ഇത്രയും അല്ലേ എക്സാം ചോദ്യം വരും. ഇത്രയല്ലേ ഫണ്ടമെന്റൽ സിംറ്റംസ് അല്ലെങ്കിൽ യൂജീൻ ബ്ലൂസ് 4As? ഇത്രയും അല്ലേ ഫണ്ടമെന്റൽ സിംറ്റംസ് അല്ലെങ്കിൽ യൂജീൻ ബ്ലൂസിന്റെ 4As എന്ന് പറഞ്ഞത്? ക്ലിയർ? ഓട്ടിസം പറഞ്ഞു, അഫക്റ്റീവ് പറഞ്ഞു, അസോസിയേഷൻ പറഞ്ഞു, ആംബിവാലൻസ് പറഞ്ഞു. ക്ലിയർ? ഇതെല്ലാം ഇത് പ്രൈമറി സിംറ്റംസ് അല്ലേ? ഈ പറഞ്ഞതെല്ലാം ഇത് പ്രൈമറി സിംറ്റംസ് അല്ലേ? ഈ പറഞ്ഞെല്ലാം ഇത് പ്രൈമറി സിംറ്റംസ് അല്ലേ? സ്കിസോഫ്രീനിയുടെ പ്രൈമറി സിംറ്റംസ് അല്ലേ? യെസ് അല്ലേ? ഈ പറഞ്ഞ സ്കിസോഫ്രീനിയുടെ പ്രൈമറി സിംറ്റംസ് ആണ്. സോ നെക്സ്റ്റ് പഠിക്കാം സെക്കൻഡറി സിംറ്റംസ് or accessory symptoms. So next അടിക്കുക സെക്കൻഡറി സിംറ്റംസ് അല്ലെങ്കിൽ accessory symptoms എന്തൊക്കെയാ? പ്രൈമറി പറഞ്ഞു. സോ സെക്കൻഡ് ഈസ് സെക്കൻഡറി സിംറ്റംസ് അല്ലെങ്കിൽ accessory symptoms എന്തൊക്കെയാ? ചോദ്യം വരും. എന്തൊക്കെയാ? എന്തൊക്കെയാണ് പറഞ്ഞേ? എന്തൊക്കെയാ അറിയാമോ? എന്തൊക്കെ ഉണ്ടായിരിക്കും? ചോദ്യം വരും, എക്സാം ചോദ്യം ഇവിടേക്ക്. എന്തൊക്കെ ഉണ്ടായിരിക്കും? സെക്കൻഡറി സിംറ്റംസ് അല്ലെങ്കിൽ അസോസിയേഷൻ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫസ്റ്റ് പ്രൈമറി എല്ലാം പറഞ്ഞു. സെക്കൻഡ് എന്തൊക്കെ? ഫസ്റ്റ് പ്രൈമറി എല്ലാം പറഞ്ഞു. സെക്കൻഡ് എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കും? എല്ലാം സൈക്യാട്രിയുടെ ഇവർ ബാക്കി റെക്കോർഡ് കിട്ടില്ലേ? പക്ഷെ ഇത് മാത്രമില്ലല്ലോ, സൈക്യാട്രിക്കകത്ത് ബാക്കി എല്ലാ റെക്കോർഡും കിട്ടിയില്ലേ?
ഇത് മാത്രമല്ലോ, ഇത് മാത്രം അതിലല്ലോ, ഇത് മാത്രം അതിനകത്തില്ലല്ലോ, സ്കിസോഫ്രീനിലല്ലോ. സൈക്യാട്രി 10 ക്ലാസ് റെക്കോർഡിങ് കിട്ടി, അതിനകത്ത് ആ ലൈവ് പഠിപ്പിച്ചു. ഇല്ലല്ലോ, 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 ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. പ്രൈമറി കഴിഞ്ഞു, സെക്കൻഡറി കയറുക. സെക്കൻഡറി സിംസ് അല്ലെങ്കിൽ ആക്സസറി സിംസ് എന്തൊക്കെയാ? സെക്കൻഡറി അല്ലെങ്കിൽ ആക്സസറി സിംറ്റംസ് എന്തൊക്കെയാ? അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ. ഫസ്റ്റ് വരുന്ന കാര്യമാണ് അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ. എന്തൊക്കെയാ? ഇതൊക്കെ സെക്കൻഡറി സിംറ്റത്ത് അസോസിയേറ്റ് ആയിട്ട് വരുന്ന അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ എന്തൊക്കെയായിരിക്കും? എക്സാം ചോദ്യമാണ്. വാക്സി ഫ്ലെക്സിബിലിറ്റി കണ്ടു കാണും. ഞാൻ എഴുതിയ നോട്ടിന്റെ അവസാന പേജില്ലേ, എഴുതിയ നോട്ടിന്റെ അവസാന പേജ് ഉണ്ട്. വാക്സി ഫ്ലെക്സിബിലിറ്റി സെക്കൻഡറി സിംറ്റം അല്ലേ, സ്കിസോഫ്രീനിയുടെ സെക്കൻഡറി സിംറ്റം ആയിട്ട് വരുന്ന കാര്യമാണ് വാക്സി ഫ്ലെക്സിബിലിറ്റി അല്ലേ? അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ അല്ലേ? 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 ടൈപ്പ് ആയിട്ടുള്ള റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലേ? റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ലൈക്ക് ദ ടിക്സും മാനറിസം ആണോ? സ്റ്റീരിയോടൈപ്പ് ദ മൂവ്മെന്റ്സ് ലൈക്ക് ദ ടിക്സും ആൻഡ് ദ മാനറിസം ആണോ? ആണോ? റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ദ മൂവ്മെന്റ്സ് ലൈക്ക് ഏതൊക്കെയാ? റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ലൈക്ക് ഏതൊക്കെയാ? ദ ടിക്സും മാനറിസം ആണോ? ടിക്സും മാനറിസം ആണോ? ആണോ? ദ ടിക്സും മാനറിസം ആണോ? ആണോ? വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? പഠിച്ച കാര്യമാണ്. അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ ആണ്, റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആണ്. ടിക്സും മാനറിസം എപ്പോഴും സ്കിസോഫ്രീനിക്കകത്ത് എപ്പോഴും കാണിക്കാറുണ്ട്. ക്ലിയർ? ക്ലിയർ? സെക്കൻഡ് കാര്യമാണ്. സെക്കൻഡറി സിംറ്റം ഫസ്റ്റ് കാര്യം എന്താണ്? വാക്സി ഫ്ലെക്സിബിലിറ്റി അല്ലേ? ശരിയല്ലേ? സെക്കൻഡറി സിംറ്റം ഫസ്റ്റ് എന്താ? വാക്സി ഫ്ലെക്സിബിലിറ്റി. സെക്കൻഡ് എന്തായിരിക്കും? അനർജി. എന്താ സെക്കൻഡ് കാര്യമാണ്? അനർജി. എന്താ അനർജി? സെക്കൻഡറി സിംറ്റം ഫസ്റ്റ് പറഞ്ഞ കാര്യം വാക്സി ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു. അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിനകത്ത് വാക്സി ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു. സെക്കൻഡ് ആണ് ഈ പറഞ്ഞ അനർജി. എന്താ അനർജി? എന്താ? ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലേ? ആക്ടിവിറ്റി ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യുന്നല്ലേ? ശരിയല്ലേ? ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയുന്നല്ലേ? ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശരിയല്ലേ? ആക്ടിവിറ്റി ഒന്നും തുടങ്ങാൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ആക്ടിവിറ്റികൾ ഒന്നും തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അനർജി അല്ലേ? പഠിക്കാനുള്ള ഒരു തുടക്കമില്ല. ഉണ്ടോ? അനർജി അല്ലേ? ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ? ഇനി ഒരിക്കലല്ലേ, ഇനി അങ്ങോട്ട് ആരും നോട്ട്സ് എഴുതരുത്. തരുന്ന ക്ലാസ്സും നോട്ട്സ് വായിക്കട്ടോ. ആരും അനാവശ്യമായിട്ട് സമയം ഇത് എഴുതി കളയരുത് കേട്ടോ. അനാവശ്യമാരും എഴുതി കളയരുത്. ഓക്കെ? ഇനി തരുന്ന നോട്ട്സ് പഠിക്കട്ടോ. ആരും നോട്ട്സ് എഴുതാൻ വേണ്ടി സമയം എക്സ്ട്രാ ടൈം കളയരുത് കേട്ടോ. ആക്ടിവിറ്റി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അനാവശ്യമായിട്ട് ആരും എഴുതി സമയം കളയരുത്. കേട്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്. സ്റ്റാർട്ട് ചെയ്യണോ? സ്മാൾ ബ്രേക്ക് വേണോ? സ്റ്റാർട്ട് ചെയ്യണോ? സ്മാൾ ബ്രേക്ക് വേണോ? ഇടയ്ക്ക് സ്മാൾ ബ്രേക്ക് വേണോ? സൈക്യാട്രി ആണോ? ബ്രേക്ക് വേണോ? യെസ്. സമയം കറക്റ്റ് എത്ര മണിയായി? ഇടയ്ക്ക് ബ്രേക്ക് നന്നായി. സമയം 8:50 8:50 8:55 വരെ 8:55 വരെ 5 ബ്രേക്ക് കേട്ടോ. 8:55 വരെ കേട്ടോ.
സ്റ്റഡിയം സ്റ്റഡിയം അവിടെ പോയി സ്റ്റഡിയം സ്റ്റഡിയം സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്. ഇത് പ്രൈമറി സംസാരിക്കുന്ന ഫോർ ഏതൊക്കെയാ? യു ജി ബ്ലൂസ് ഫോർ ഏതൊക്കെയാ? യു ജി ബ്ലൂസ് ഫോർ ഏതൊക്കെയാ? താഴെ പറയുന്നവയിൽ യു ജി ബ്ലൂസിന്റെ ഫോർ ഏതൊക്കെയാ? ചോദ്യം വരും ഏതൊക്കെയാ? അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് ഉണ്ട്, അസോസിയേറ്റ് ലൂസനിങ് ഉണ്ട്, ആംബിവാലൻസ് ഉണ്ട്, വേറൊന്നുണ്ട് 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 ഓട്ടിസം ഉണ്ട് അല്ലേ? ശരിയല്ലേ? ഓട്ടിസം ഉണ്ട്, അഫക്റ്റീവ് ഡിസ്റ്റർബൻസ്, അസോസിയേറ്റ് ലൂസനിങ്, ആംബിവാലൻസ്, ഓട്ടിസം അല്ലേ? 4 കാര്യമല്ലേ? യു ജി ഇംഗ്ലീഷിന് ഫോർ ഏതൊക്കെയാ? യു ജി ഇംഗ്ലീഷിന്റെ 4 ചോദിക്കാറുണ്ട്. താഴെ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത ഏതെന്നോ ഉൾപ്പെടെ ചോദിക്കും. ഓട്ടിസം ഉണ്ട്, ആംബിവാലൻസ് ഉണ്ട്, അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് ഉണ്ട്, അസോസിയേറ്റ് ലൂസനിങ്. 4 കാര്യം എപ്പോഴും യു ജി ഇംഗ്ലീഷിന്റെ 4 വരുന്ന കാര്യം ഒരിക്കലും മറക്ക ചോദിക്കും. ഇനി വീണ്ടും ചോദിക്കട്ടെ, സ്കിസോഫ്രീനിയ എന്ന വേർഡ് കോയിൻ ചെയ്താരാ? സ്കിസോഫ്രീനിയ എന്ന വേർഡ് കോയിൻ ചെയ്താരാ? ആരാ? യൂജിൻ ബ്ലൂറല്ലേ? വർഷം എത്ര? വർഷം ചോദിക്കില്ലെങ്കിലും ഓർമ്മിക്കുക. 1912 ആണോ? 12 ആണോ? 12 വർഷം 12 12 12 പഠിക്കണ്ട, ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. യുജിയും ബ്ലൂറത്തി 1912 ചെയ്യുന്നു. സ്കിസോഫ്രീ എന്ന വേർഡ് ആദ്യമായിട്ട് കോയിൻ വർഷം വെച്ചാൽ 12 കേട്ടോ. മറക്കരുത്, ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി കേട്ടോ. കേട്ടോ കേട്ടോ ഇതാ പഠിക്കുന്ന അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ അല്ലേ? പഠിക്കാൻ പോകുന്നവരും അതിനകത്ത് സ്കിസോഫ്രീനിക്ക് എന്താ? അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ അല്ലേ? ഫസ്റ്റ് എന്താ? വാക്സിൻ ഫ്ലെക്സിബിലിറ്റി അല്ലേ? ഫസ്റ്റ് എന്താ? വാക്സിൻ ഫ്ലെക്സിബിലിറ്റി. എടേ, ഇത് ന്യൂട്രീഷൻ ക്ലാസ് പെൻഡിങ് അല്ലേ? ന്യൂട്രീഷൻ ക്ലാസ് പെൻഡിങ് അല്ലേ? ന്യൂട്രീഷൻ ക്ലാസ് പെൻഡിങ് അല്ലേ? അത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അതങ്ങോട്ട് ആ മാർക്ക് വെറുതെ കളയാൻ പാടില്ല അല്ലേ? ന്യൂട്രീഷൻ ക്ലാസ് കോഴ്സ് പെൻഡിങ് അല്ലേ? ശരിയല്ലേ? നീ വെറുതെ അങ്ങോട്ട് മിസ് ചെയ്യാൻ പാടില്ല തോന്നുന്നു അല്ലേ? ന്യൂട്രീഷൻ ക്ലാസ് കുറച്ച് പെൻഡിങ് ഇല്ലേ? ഞാൻ പഠിപ്പിക്കാത്ത കുറച്ച് ന്യൂട്രീഷൻ പെൻഡിങ് ഇല്ലേ? ഉണ്ടോ? ഞാൻ പഠിപ്പിക്കാത്ത ഒരു കാരണം ഫസ്റ്റ് സെക്കൻഡ് മാത്രം പെൻഡിങ് അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞ് ബാക്കി പെൻഡിങ് അല്ലേ? പെൻഡിങ് ഇല്ലേ? സോ നമുക്ക് ടുമോറോ 2:30 PM ന്യൂട്രീഷൻ ആദ്യം പഠിക്കും കേട്ടോ. ടുമോറോ ഫസ്റ്റ് 2:30 PM ഉച്ച ക്ലാസ് ഇല്ല, വേറെ ക്ലാസ് ഇല്ല. നിങ്ങൾ കേട്ടോ, നിങ്ങൾ ക്ലാസ് ഉണ്ട്. ബാക്കി എല്ലാ ബാച്ചും ക്യാൻസൽ ചെയ്തു. അവർക്ക് റിവിഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് 2:30 മണിക്ക് ന്യൂട്രീഷന്റെ ക്ലാസ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡ് കിട്ടിയല്ലോ. ഫസ്റ്റും സെക്കൻഡ് കിട്ടിയല്ലോ. കിട്ടി. സോ ടുമോറോ 2:30 PM ന്യൂട്രീഷൻ ഫസ്റ്റ് സെക്ഷൻ ആൻഡ് നൈറ്റ് വേറെ ക്ലാസ്. ഓക്കെ അല്ലേ? പഠിക്കോ? മുമ്പായിട്ടെല്ലാം പഠിക്കുമല്ലോ. ഞാൻ തൊട്ട് മുമ്പായിട്ട് എല്ലാം പഠിക്കും. എനിക്ക് സമയം അറിയാമല്ലോ. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോക്കെ, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോക്കെ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ നാളെ ഉച്ചയ്ക്ക് 2:30 ന്യൂട്രീഷന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ അറ്റൻഡ് ചെയ്യുക. മാനേജ് പറയുന്നത് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ഞാൻ എഴുതി വെച്ചിട്ട് തന്നെ 6 മാസമായി. ഞാൻ എഴുതി വെച്ചെന്നെ എഴുതി വെച്ചു കേട്ടോ. എഴുതിയില്ലേ? ഞാൻ പറയില്ല, വേണമെങ്കിൽ എഴുതി വെച്ചു കേട്ടോ. എഴുതിയില്ലേ? 6 മാസം അയച്ചിട്ടുണ്ട്. അയച്ചത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വാക്സിൻ എന്താ? അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിനകത്ത് വാക്സിൻ ഫ്ലെക്സിബിലിറ്റി എന്താ? എന്തായിരിക്കും? എന്തായിരിക്കും? എന്തായിരിക്കും പറഞ്ഞു? എന്തായിരിക്കും? 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 പറഞ്ഞേ. വാക്സിൻ എന്താ?
വാക്സി ഫ്ലെക്സിബിലിറ്റി എന്താ? പറഞ്ഞേ എന്തായിരിക്കും വാക്സി ഫ്ലെക്സിബിലിറ്റി? അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ അല്ലേ പറയുന്നേ? ഈ പറഞ്ഞ ഇത് എക്സാമിന് എഴുതുന്ന കാര്യമില്ലേ? എക്സാമിന് എത്ര സമയം എഴുതുന്നല്ലേ? എക്സാമിന് എത്ര സമയം എന്തൊക്കെ എഴുതുന്നല്ലേ? രാത്രി ഇല്ലേ? രാത്രി മെസ്സേജ് കേട്ടോ. രാത്രി ഒരു വലിയ മെസ്സേജ് അല്ലേ? രാത്രി ഒരു വലിയ മെസ്സേജ്, രാത്രി ഒരു ലെങ്ത് ഉള്ള ഒരു മെസ്സേജ് കേട്ടോ. എക്സാമിന് ഫസ്റ്റ് 75 മിനിറ്റ്സ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഒരു 75 മിനിറ്റ്സ് ഉള്ള എന്താണ് ഒരു കാര്യം ടൈമില്ലേ? എന്തൊക്കെ ചെയ്യണം, എന്ത് കൊണ്ടുപോകാന്ന കാര്യം ഒരു ലെങ്ത കാര്യമില്ലേ? ലെങ്ത കാര്യം അത് വായിക്കുമോ എല്ലാവരും? വായിക്കുമോ? 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 ഈ 75 മിനിറ്റ്സോളം എന്ത് ചെയ്യണം? വായിക്കുമോ? ഓക്കെ, അയച്ചുതരാം. ഫസ്റ്റ് ബെൽ അടിക്കും എന്ത് ചെയ്യണം? ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ എത്ര ചോദ്യം ചെയ്യണം? സെക്കൻഡ് ബെൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം? ലാസ്റ്റ് നിമിഷം എത്ര ചെയ്യണം? അയക്കണോ? അയക്കണോ? ഫസ്റ്റ് ബെല്ല് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ട്രിക്സും ട്രിപ്പും ഒന്നുമില്ല. ഇത് ട്രിപ്പൊന്നുമില്ല കേട്ടോ. ഇത് ട്രിപ്പൊന്നും പോകില്ല കേട്ടോ. ഇവിടെ ട്രിക്സും ഇല്ല, ട്രിപ്പില്ല. പഠിക്കുന്ന കാര്യം പഠിക്കുക കേട്ടോ. വെറുതെ എന്താ കാണാതെ എന്താ വെറുതെ അത് മാത്രം ചോദിക്കുകയും പറയില്ല ഒരിക്കലും. ഇത് മാത്രം പഠിക്കുക എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഞാൻ പഠിപ്പിക്കില്ല. ഞാൻ പഠിപ്പിക്കുന്ന കാര്യം അതുപോലെ പഠിക്കുക. ഞാൻ എന്താണോ പഠിപ്പിച്ചത് ഈ നോട്ട്സും ക്ലാസ്സും അതുപോലെ പഠിക്കുക. വേറെ ഒരു ട്രിക്സും ഇല്ല കേട്ടോ. ഒരു ട്രിക്സും ഇല്ല. എന്റെ ക്ലാസ് അതുപോലെ പഠിക്കുക. നോട്ട്സ് അതുപോലെ വായിക്കുക കേട്ടോ. അഞ്ജന കേട്ടോ. നോട്ട്സും ക്ലാസ്സും അതുപോലെ വായിക്കുകയും അതുപോലെ പഠിക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, നോട്ട്സും ക്ലാസ്സും അതുപോലെ, എക്സ്പെഷ്യലി നോട്ട്സ് അല്ലേ, നോട്ട്സ് എല്ലാം എല്ലാ നോട്ട്സും ഫസ്റ്റ് സെല്ല് തൊട്ട് ഇതുവരെയുള്ള എല്ലാ ക്ലാസ് നോട്ട്സും അതുപോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക കേട്ടോ. ഒരു മാറ്റമില്ല, ചോദ്യം അവിടെ നിന്ന് തന്നെ വരും. ഒരു റാങ്ക് ഫയലും നോക്കരുത്, ഒരു ടെക്സ്റ്റും നോക്കരുത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നോക്കരുത്. ഞാൻ അയച്ച കാര്യം, ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോട്ട്സും അത് നോക്കും. ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പറില്ലേ എത്ര? 56 56 56 ക്വസ്റ്റ്യൻ പേപ്പർ 56 ക്വസ്റ്റ്യൻ പേപ്പർ 56. 56 ലാസ്റ്റ് കിട്ടിയത്. 56 ലാസ്റ്റ് കിട്ടിയത്. 57 അല്ലേ? 57 58 അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. 56 7 8 ശരിയല്ലേ? വായിച്ചോ എല്ലാരും? ആൻസർ ക്വസ്റ്റ്യൻ വായിച്ചോ? ആൻസർ ക്വസ്റ്റ്യൻ വായിച്ചോ? ആദ്യം ഇപ്പൊ മെസ്സേജ് ആണല്ലേ? ഇപ്പൊ ഒരു മെസ്സേജ് എന്താണ്? ആദ്യം ഇത് DHS പാസ്സായി, ഇത് DHS പാസ്സായി, ആൻഡ് DA പാസ്സായി, പിന്നെ ശേഷം അസിസ്റ്റന്റ് പ്രൊഫസർ പാസ്സായി. ഇനി അതിന്റെ ഹയർ എന്ന് ചോദിക്കുന്നത് സർപ്രൈസ് സെൻഡ് മീ ദ റെക്കോർഡിംഗ് ക്ലാസ്. ആദ്യം DHS പാസ്സായി, അത് DA പാസ്സായി, നൗ എന്താണ്? അസിസ്റ്റന്റ് പ്രൊഫസറിലോട്ട് പോവുകയാണ്. ആലോചിക്കുക, ആദ്യം DHS പാസ്സായി, നൗ DA പാസ്സായി, നൗ അസിസ്റ്റന്റ് പ്രൊഫസറിൽ പോവാണ്. നോക്ക് സർ പ്ലീസ് സെൻഡ് മീ ദ റെക്കോർഡിംഗ് ക്ലാസ്സസ്. നോക്കി കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, കാണാമല്ലോ. അപ്പൊ ഇപ്പോൾ പോണ്ട എങ്ങോട്ടൊക്കെ? ഇത് കഴിഞ്ഞ് പോണ്ട എങ്ങോട്ടൊക്കെ? ആദ്യം പാസ് എന്ന കുട്ടി 2020 DHS പാസ്സായി, 2021 DA പാസ്സായി, നൗ അസിസ്റ്റന്റ് പ്രൊഫസർ പഠിക്കുക. അടുത്ത എക്സാം എന്നറിയാമോ? അടുത്ത എക്സാം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതിന് പോകുന്നതായിരിക്കില്ലേ? ആരെയും പോകുന്നുണ്ടോ ലോട്ട്? നടക്കും. ആ കുട്ടി പോയ സമയത്ത് ഒന്നും നടക്കില്ല കേട്ടോ. കുട്ടി പോയ സമയത്ത് ഒന്നുമില്ലായിരുന്നു. MSc കൊണ്ട് ഇറങ്ങില്ലേ? ആർക്ക് MSc നഴ്സിംഗ് കൊണ്ട് ഇറങ്ങില്ലേ? ആർക്ക് MSc നഴ്സിംഗ് ഉണ്ടോ? അയ്യോ, സ്വപ്ന MSc ഇപ്പൊ MSc ആണ്. മാറ്റം പറയാം. സോ ഇവിടെ എന്താ? വാക്സി ഫ്ലെക്സിബിലിറ്റി അല്ലേ? വാക്സിബിൾ എന്തായിരിക്കും ഇവിടെ? ഇതായിരിക്കും അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ അല്ലേ? റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് അല്ലേ?
റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ് ടിക്സ് ഒന്നുകൂടെ ടിക്സ് വരാം, മാഡേഴ്സ് ഒന്നുകൂടെ ടിക്സ് വരാം, മാഡേഴ്സും അതുപോലെ തന്നെ അനർജി എന്താണ്? അനർജി എന്താ? അനർജി എന്താ? ഒരാക്ടിവിറ്റി ഇല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയാ, ഒരാക്ടിവിറ്റിയും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ? അനർജി എന്താ? ഒരാക്ടിവിറ്റിയും ഒന്നും ചെയ്യാൻ കഴിയുന്നല്ലേ? ഇന്നബിലിറ്റി ടു സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി അല്ലേ? ഇന്നബിലിറ്റി ടു ഇനിഷ്യേറ്റ് ആക്ടിവിറ്റി. ഒരാക്ടിവിറ്റി ചെയ്യാൻ കഴിയുന്നില്ലല്ലേ? ഒരാക്ടിവിറ്റിയും നമുക്ക് തുടങ്ങാൻ പറ്റുന്നില്ല, ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? പഠിക്കാനുള്ള അവർ തുടക്കം കിട്ടുന്നില്ല അല്ലേ? പഠിക്കാൻ വേണ്ടി ഇനി എപ്പോ കിട്ടും തുടക്കം? പഠിക്കാൻ വേണ്ടി എപ്പോ കിട്ടും തുടക്കം? അയ്യോ, അതും അറിയില്ലല്ലേ? എക്സാം കഴിഞ്ഞ കിട്ടോ, മുമ്പേ കിട്ടോ? ഇനി എപ്പോഴും 7-8 ദിവസം ഉണ്ട്. എത്ര ദിവസം ഉണ്ട് ഇനി? എത്ര ദിവസം ഉണ്ട് ഇനി? എത്ര ദിവസം ഉണ്ട്? എത്ര ദിവസം ഉണ്ട്? 7ആണോ? 7-8ആണോ? 7 അല്ലേ? 7. അപ്പൊ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റിയും ചെയ്യാൻ കഴിയുന്നില്ല എന്താ? ഇറ്റ് ഈസ് അനർജി അല്ലേ? ഇന്നബിലിറ്റി ടു ഇനിഷ്യേറ്റ് ആക്ടിവിറ്റി എന്താ? അനർജിയ. ശരിയല്ലേ? ശരിയല്ലേ? അനർജി അല്ലേ? ഇന്നബിലിറ്റി ടു ഇനിഷ്യേറ്റ് ആക്ടിവിറ്റി എന്താ? അനർജി അല്ലേ? അല്ലേ? ഇന്നബിലിറ്റി ടു ഇനിഷ്യേറ്റ് എന്താ? അനർജി അല്ലേ? ചോദിക്കട്ടെ, ഇനി കിട്ടാനുള്ള കാർഡിയോസ് മാത്രമല്ലേ? ഇനി കിട്ടാനുള്ള സിസ്റ്റം കാർഡിയോസ് മാത്രമല്ലേ? കാർഡിയോ മാസ്റ്റർ ഫാർമക്കോളജി മാത്രമല്ലേ? ഒപ്പണ പറയാം, എല്ലാം പറയാം. ഇത് കാർഡിയോ മാസ്റ്റർ മാത്രമല്ലേ? ഇനി നിങ്ങളുടെ ബാച്ച് കിട്ടാനുള്ള കാര്യം ഒരു ക്ലാസ് കാർഡിയോസ് മാത്രമല്ലേ? സൈക്യാട്രി കഴിഞ്ഞാൽ കിട്ടാനുള്ളത് കാർഡിയോ വാസ്കുലർ അല്ലേ? ആ റെസ്പിറേറ്ററി റെക്കോർഡ് കിട്ടിയാണ്. സ്കിൻ ഇത് കമ്മ്യൂണിറ്റി റെക്കോർഡ് കിട്ടില്ലേ? കമ്മ്യൂണിറ്റി റെക്കോർഡ് കിട്ടിയില്ലേ? റെക്കോർഡും കിട്ടിയോ? പഠിച്ചോ? അത് പഠിച്ചോ? റെക്കോർഡിങ് പഠിച്ചോ? അല്ല, റെക്കോർഡിങ് പഠിച്ചില്ല. റെക്കോർഡ് കിട്ടിയില്ല. ഞാൻ ചോദിച്ചു കിട്ടാതെ ക്ലാസ്. കിട്ടാതെ എന്താ ചോദിച്ചത്? ഇത് കിട്ടാതെ എന്താ? ഇത് കിട്ടാത്ത എന്താ? ഇത് കാർഡിയോവാസ് മാത്രമല്ലേ? ഇത് കിട്ടാത്ത കാര്യം കാർഡിയോവാസ് മാത്രമല്ലേ? ഇത് കമ്മ്യൂണിറ്റി കിട്ടി, ഇവർ കാർഡിയോവാസ്കുലർ അല്ലേ കിട്ടാത്ത? റിസർച്ച് റെക്കോർഡ് കിട്ടില്ലേ? റിസർച്ച് റീനൽ റെക്കോർഡ് കിട്ടില്ലേ? റിസർച്ച് റീനൽ റെക്കോർഡ് കിട്ടില്ലേ? ആർക്കെങ്കിലും റിസർച്ചും റീനലും റെക്കോർഡിങ് കമ്മ്യൂണിറ്റി കിട്ടാതെ പറയട്ടോ. റിസർച്ചും റീനലും കമ്മ്യൂണിറ്റിയും റെക്കോർഡ് കിട്ടാൻ പറയട്ടോ. ഓക്കെ അല്ലേ? ചോദിക്കുന്നത് റിവിഷന് വേണ്ടിയാണ്. ചോദിക്കുന്ന കാര്യം റിവിഷൻ, സൺഡേക്ക് വേണ്ടിയുള്ള റിവിഷന് വേണ്ടിയും സൺഡേ കാർഡിയോവാസ്കുലറിക്ക് കൂടെ തന്നെ റിവിഷന് വേണ്ടി ചോദിക്കുകയാണ്. ആർക്കെങ്കിലും കമ്മ്യൂണിറ്റിയും കിട്ടാണ്ടോ? ഇനി മെസ്സേജ് കേട്ടോ. ഇന്നില്ലേ? ഇന്ന് മെസ്സേജ് അയക്കുക. സാർ എനിക്ക് റീജിയണൽ സിസ്റ്റം വേണം, സാർ എനിക്ക് കമ്മ്യൂണിറ്റി വേണം. മെസ്സേജ് അയക്കുമോ? ആരെങ്കിലും മെസ്സേജ് അയക്കോ? മെസ്സേജ് അയക്കോ? IEND നോട്ട്സ് റീജിയണൽ മെസ്സേജ് അയക്കോ? മെസ്സേജ് അയക്കുമോ എല്ലാവരും? കിട്ടാത്ത ആൾക്കാർ മാത്രം, കിട്ടാത്ത ആൾക്കാർ മാത്രം കമ്മ്യൂണിറ്റിയും റിയലും IEND. സൺഡേ നമുക്ക് കാർഡിയോ വാസ്കുലറും ഫാർമക്കോളജിയും എല്ലാം പഠിക്കണം. സൺഡേ അല്ലേ? കാർഡിയോ വാസ്കുലർ പഠിക്കട്ടോ. ക്വസ്റ്റ്യൻസ് കൂടെ ക്വസ്റ്റ്യൻസ് പഠിക്കട്ടോ. ക്വസ്റ്റ്യൻസ് അല്ലേ? ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് എല്ലാം കയ്യിനകത്ത് വന്നു കഴിഞ്ഞു. അത് പഠിക്കട്ടോ. ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു കഴിഞ്ഞു. സൺഡേ പഠിക്കും. സൺഡേ കാർഡിയോ വാസ്കുലർ തന്നെ ക്വസ്റ്റ്യൻസ് പഠിക്കും. ഓക്കെ. സോ അനർജി എന്താ? അനർജി എന്താ? ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയല്ലേ? അനർജി എന്താ? ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയല്ലേ? അനർജി എന്താ? ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയല്ലേ? അല്ലേ? 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 എക്കോ ലാലിയും എക്കോ പ്രാക്സിസും ഉണ്ടായിരിക്കും. അത് കൂടെ തന്നെ അബ്നോർമൽ ദ മോട്ടോർ ബിഹേവിയറിനകത്ത് എക്കോ ലാലിയും എക്കോ പ്രാക്സിസും ഉണ്ടായിരിക്കും. എക്കോ ലാലിയും എക്കോ പ്രാക്സിസും ഉണ്ടായിരിക്കും. ലാലി എന്താ? ലാലി എന്താ? ലാലിയും പ്രാക്സി എന്താ? എക്കോ ലാലിയും എക്കോ പ്രാക്സി എന്താ? ലാലിയ പ്രാക്സി എന്താ? എക്കോ ലാലിയ എക്കോ പ്രാക്സി എന്താ? റിപ്പീറ്റ്സ് എന്താ? റിപ്പീറ്റ്സ് എന്താ? എക്കോ ലാലിയ ആണോ എക്കോ പ്രാക്സി ആണോ? റിപ്പീറ്റ് വേർഡ്സ് വരുന്നത് ലാലിയാണോ പ്രാക്സി ആണോ? റിപ്പീറ്റ് വേർഡ്സ് ഏതാ? ലാലിയ. ലാലിയല്ലേ?
എക്കോ ഇല്ലല്ലേ? റെപ്പി വേർഡ്സ് അല്ലേ? ചോദ്യം ഒരു സ്കിസോഫ്രീയുടെ യൂജിൻ ബ്രൂസിന്റെ 4 A's ഏതൊക്കെയാ? ചോദ്യം വരും. യൂജിൻ ബ്രൂസിന്റെ 4 ഏതൊക്കെയാ? ഓട്ടിസം ഉണ്ട്, ആംബിവാലൻസ് ഉണ്ട്, അസോസിയേറ്റ് ലൂസനിങ് ഉണ്ട്, അതുപോലെ തന്നെ അഫക്റ്റീവ് റിസോഴ്സ് അല്ലേ? ആ ഓട്ടിസം ഉണ്ട്, ആംബിവാലൻസ് ഉണ്ട്, അസോസിയേഷൻ ലൂസനിങ് ഉണ്ട്, അതുപോലെ തന്നെ അഫക്റ്റീവ് ഡിസോഴ്സ്. ചോദ്യം വരും യൂജിൻ ബ്രൂസിന്റെ 4 A's ഏതൊക്കെയാ? സ്കിസോഫ്രീനിക്കകത്തുള്ള യൂജിൻ ബ്രൂസിന്റെ 4 ഏതൊക്കെയാ? ഓട്ടിസം, ambivalence, associate loosening, affective disturbance. അല്ലേ? 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 പറഞ്ഞേ ഉത്തരം പറഞ്ഞേ, കേക്കട്ടെ, പറഞ്ഞേ. വാക്ക് പറഞ്ഞേ. എക്കോലാലി എക്കോപ്രാക്സി എന്താ? ഒരു വാക്ക് പറഞ്ഞു. അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിനകത്തെ എക്കോലാലിയും പറഞ്ഞു, എക്കോപ്രാക്സിയും പറഞ്ഞു. എക്കോൽ എന്താ? എക്കോലാലി എന്ന് പറഞ്ഞാൽ വേർഡിനെ ഇമിറ്റേറ്റ് ചെയ്താണോ? ആരാ ഈ സിനിമ ഉണ്ടല്ലോ, ഏതാ ദിലീപിന്റെ സിനിമ ഉണ്ടല്ലോ, ദിലീപ് എന്താ സിനിമ, എന്താ സിനിമ, ഏത് സിനിമ? ദിലീപിന്റെ സിനിമ ഉണ്ടല്ലോ, തിളക്കം. അത് ദിലീപ് ചോദിക്കാറില്ലേ ആരാ കേട്ടോ? ആരാ വന്ന? ആരാ അത്? കണ്ടോ? ദിലീപിന്റെ സിനിമയ്ക്കകത്ത് ചോദിക്കാറുണ്ട്, ആരാ അളിയനോ? ആരാ അത്? കേട്ടോ? ആരാ അത്? ഉണ്ടോ? എന്താ? എക്കോ ലാലിയ അല്ലേ? എക്കോ അല്ലേ? നെക്സ്റ്റ് എക്കോ പ്രാക്സി എന്താ? എക്കോ പ്രാക്സി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ? എക്കോ പ്രാക്സി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുക. എക്കോ പ്രാക്സി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ? എക്കോ പ്രാക്സി എന്നാൽ ഒരു ആക്ഷൻ ഇമിറ്റേറ്റ് ചെയ്യുക. എക്കോ ലാലി എന്ന് പറഞ്ഞാൽ ഒരു വേർഡല്ലേ? എക്കോ ലാലി എന്ന വേർഡല്ലേ? ലാലിയ മീൻസ് വേർഡും പ്രാക്സി മീൻസ് എന്താ? ആക്ഷൻ. ചോദ്യം വീണ്ടും ചോദിച്ചാൽ പഠിക്കാത്ത പോവാ ചോദിക്കും, എക്കോ പഠിച്ചില്ലേ? എക്കോ പഠിച്ചായിരുന്നു? ലാലിയും പ്രാക്സിയും പഠിച്ചായിരുന്നു? എക്കോ ലാലിയും പ്രാക്സിയും പഠിച്ചായിരുന്നു? പഠിച്ചോ? ഇൻ കേസ് പഠിക്കാതെ പോയതാണ്. കോപ്രോൽ എന്താ? ഇൻ കേസ് ചിലപ്പോൾ സബ്ജക്ട് ഇല്ലാതെ കോപ്രോൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ കാണാം. കോപ്രോൽ എന്താ? മിമിക്കിംഗ് ഓഫ് ബാഡ് വേർഡ്സ് അല്ലേ? എന്താ പറയാൻ കൊള്ളാത്ത വാക്ക് പറഞ്ഞല്ലേ? അല്ലേ? പറയാൻ കൊള്ളാത്ത ബാഡ് വേർഡ്സ് പറഞ്ഞല്ലേ കോപ്രോൽ അല്ലേ? അല്ലെ? ബാഡ് വേർഡ്സ് എന്ന് വിളിക്കാം. ബാഡ് ആയിട്ടുള്ള വളരെ അഴുക്കമായിട്ടുള്ള ബാഡ് വേർഡ്സ് എന്ന് വിളിക്കാം കോപ്രോൽ അല്ലേ? ശരിയല്ലേ? പറയാൻ പാടില്ലാത്ത ബാഡ് വേർഡ്സ് പറഞ്ഞ് വിളിക്കാം കോപ്രോൽ അല്ലേ? ഇനി അറിയാം, കാണുന്നുണ്ട് ഈ പറഞ്ഞ ബസ്സിനകത്തൊക്കെ ബാഡ് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. മിമിക്കിംഗ് ഓഫ് ബാഡ് ആക്ടിവിറ്റി എന്താ? കോപ്രോപ്രാക്സിയ. മിമിക്കിംഗ് ഓഫ് ബാഡ് ആക്ടിവിറ്റി എന്താ? കോപ്രോപ്രാക്സിയ അല്ലേ? മിമിക്കിംഗ് ഓഫ് ബാഡ് ആക്ടിവിറ്റി എന്താ? കോപ്രോപ്രാക്സിയ അല്ലേ? കോപ്രോപ്രാക്സിയ. മിമിക്കിംഗ് ഓഫ് ബാഡ് ആക്ടിവിറ്റി എന്താ? കോപ്രോപ്രാക്സിയ. മിമിക്കിംഗ് ഓഫ് ബാഡ് ആക്ടിവിറ്റി എന്താ? കോപ്രോപ്രാക്സിയ. കോപ്രോലാലിയ എന്ന് വിളിക്കാം. ബാഡ് വേർഡ്സ് വിളിക്കാം. ബാഡ് വേർഡ്സ് പറഞ്ഞാൽ കോപ്രോലാലിയ. ഇനി ബാഡ് ആക്ഷൻസ് എന്ന് വിളിക്കാം. ബാഡ് ആക്ഷൻസ് എന്ന് വിളിക്കാം കോപ്രോപ്രാക്സിയ. ക്ലിയർ? എക്കോല എന്താ? എന്താണ്? ഇമിറ്റേഷൻ ഓഫ് വേർഡ്സ് അല്ലേ? ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമിക് എന്ന് വിളിക്കാം. ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമിക് എന്ന് വിളിക്കാം എക്കോ ലാലി അല്ലേ? അത് വേർഡ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു വിളിക്കാം എക്കോ ലാലിയ. ആക്ഷൻസ് വിളിക്കാം. നോർമൽ ആക്ഷൻ ആണ് ഇതൊക്കെ വിളിക്കാം എക്കോ പ്രാക്സിയ. എക്കോ എന്താ? ലാലി എപ്പോഴും ബാഡ് വേർഡ്സ് അല്ലേ? എക്കോ ലാലി എപ്പോഴും ബാഡ് വേർഡ്സ് അല്ലേ? എക്കോ ലാലി എപ്പോഴും ബാഡ് വേർഡ്സ് മിമിക്കുക അല്ലേ? എക്കോ ലാലി എപ്പോഴും ബാഡ് വേർഡ്സ് മിമിക്കുക. എക്കോ പ്രാക്സി എന്താ? കോപ്രോപ്രാക്സിയ. കോപ്രോപ്രാക്സി എന്താ? ബാഡ് ആക്ടിവിറ്റി അല്ലേ? കോപ്രോപ്രാക്സി എന്താ? ബാഡ് ആക്ടിവിറ്റി മിമിക്കുക അല്ലേ? ക്ലിയർ ആയോടെ? വീണ്ടും പറയാം. ഫസ്റ്റ് പഠിച്ച കാര്യം
എന്താണത് മാനസ്? ഇവിടുത്തെ വാക്കാണ് അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിനകത്ത് എന്താണ് മാനസ്? എന്താ മൂവ്മെന്റ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യും അല്ലേ? അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിനകത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യം മാനസ് അല്ലേ? മൂവ്മെന്റ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത മാനസ് അല്ലേ? ശരിയല്ലേ? അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിനകത്ത് സ്കിസോഫ്രീനിക്കകത്ത് മാനസ് എന്താ? മൂവ്മെന്റ് എപ്പോഴും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത മാനസ് അല്ലേ? യെസ് അല്ലേ? മൂവ്മെന്റ് എപ്പോഴും വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തത് മാനസ് അല്ലേ? യെസ്. ശേഷം എക്കോ എന്താ? എക്കോ ലാ എന്താ? ഇമിറ്റേറ്റിംഗ് വേർഡ്സ് അല്ലേ? ഇമിറ്റേറ്റിംഗ് വേർഡ്സ് അല്ലേ? ആ അല്ലേ? വേർഡ്സ് എപ്പോഴും ഇമിറ്റേറ്റ് എന്താ? എക്കോ ലാലിയ. എക്കോ പ്രാക്സി എന്താ? എക്കോ പ്രാക്സി എന്താ? ആക്ഷൻ അല്ലേ? ആക്ഷൻ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യല്ലേ? എക്കോ പ്രാക്സി എന്താ? ആക്ഷൻ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുക. അത് കോപ്രോലായ എന്താ? കോപ്രോലായ എന്താ? മിമിക്കോ ബാഡ് വേർഡ്സ് അല്ലേ? പറയാൻ കൊള്ളാത്ത വാക്കുകൾ വീണ്ടും വീണ്ടും മിമിക് ചെയ്ത് വിളിക്കുക. കോപ്രോ ലാലിയ. കോപ്രോ ലാലിയ. ആൻഡ് മിമിക് ഓഫ് ദ ബാഡ് ആക്ടിവിറ്റി എന്താ? ബാഡ് ആക്ടിവിറ്റീസ് എപ്പോഴും വീണ്ടും വീണ്ടും കാണിച്ചാൽ കോപ്രോക്രാക്സിയ. ക്ലിയർ? 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 സോ വാക്സി ഫ്ലെക്സിബിലിറ്റി ആയി, മാനറിസമായി, ട്രിക്സായി, അനർജിയായി, എക്കോലാലി, എക്കോപ്രാക്സി. എവിടെ എവിടെ സ്കിസോഫ്രീനിയല്ലേ? സ്കിസോഫ്രീനിയുടെ സെക്കൻഡറി സെന്റൻസ്. ക്ലിയർ? 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 ക്ലിയർ ആവട്ടെ, പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പിന്നെ സ്മാൾ ഇട്ടെ, സ്മാൾ ബ്രേക്കർ ഇട്ടെ, സ്മാൾ ബ്രേക്കർ ഇട്ടെ, വീണ്ടും സ്മാൾ ബ്രേക്കർ ഇട്ടെ. തരട്ടെ? തരട്ടെ? വീണ്ടും സ്മാൾ ബ്രേക്കർ ഇട്ടെ. സമയം എത്രയായി? സമയം എത്രയായി? എത്ര മണി? എത്ര മണി? വാച്ചല്ലേ പറഞ്ഞേ. എത്ര മണി? എത്ര മണി? 9:20. 9:18. 9:25 ബ്രേക്ക് കേട്ടോ. 9:25 ബ്രേക്ക് കേട്ടോ. 9:25 ബ്രേക്ക്. സെയിം ലിങ്ക് ആണ്. എക്സിറ്റ് ആയി കേട്ടോ. സെയിം ലിങ്ക് ആണ്. സെയിം ലിങ്ക് ആണ് കേട്ടോ. 9:25 ബ്രേക്ക് കേട്ടോ. 9:25 വരെ ബ്രേക്ക്. ഓക്കെ? ഓക്കെ? ബ്രേക്ക്. കുട്ടികൾക്ക് ഫുഡ് കേട്ടോ. കുട്ടികൾക്കില്ലേ ഫുഡൊക്കെ കൊടുത്തിട്ട് ഓടി കേട്ടോ. കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓടി കേട്ടോ.
സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? ഫസ്റ്റ് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു വാക്സിൻ ഫ്ലക്സ് പറഞ്ഞില്ലേ? ഫസ്റ്റ് ആയിട്ട് വാക്സിൻ ഫ്ലക്സിൽ പറഞ്ഞായിരുന്നു. ഇവിടെ അബ്നോർമൽ മോട്ടോ ബിഹേവിയർ വാക്സ് പറഞ്ഞില്ലേ? വാക്സിൻ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു. ശേഷം അനേറിയപ്പെടുന്നു. എക്കോ ലാലിയും എക്കോ പ്രാക്സിയും പറഞ്ഞില്ലേ? ശരിയല്ലേ? ഈ പറഞ്ഞ ഇത് മോട്ടോർ ആക്ടിവിറ്റി അല്ലേ? ഇത് മോട്ടോർ ആക്ടിവിറ്റിയുടെ പ്രശ്നമായിട്ട് വാക്സിൻ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു. അനേർജി പറഞ്ഞത് തന്നെ എക്കോ ലാലിയും എക്കോ പ്രാക്സിയും പറഞ്ഞു. വേറെ നീ ഉണ്ടോ? അബ്നോർമൽ മോട്ടോ ബിഹേവിയറിനകത്ത് വാക്സിൻ ഫ്ലെക്സിബിലിറ്റിയും അനേർജിയും എക്കോ ലാലിയും എക്കോ പ്രാക്സിയും കരുത് എന്തായിരിക്കും? വാക്സിൻ ഫ്ലെക്സിബിലിറ്റിയും, അതായത് ഉണ്ടോ എക്കോ ലാലിയ പ്രാക്സിയ. അക്കത്തീഷ്യ ഉണ്ടോ? അബ്നോർമൽ മോട്ടോ ബിഹേവിയറിനകത്ത് അക്കത്തീഷ്യ ഉണ്ടോ? ഉണ്ടല്ലേ? അക്കത്തീഷ്യമില്ലേ? അബ്നോർമൽ മോട്ടോ ബിഹേവിയർ അക്കത്തീഷ്യമില്ലേ? ഉണ്ടല്ലേ? സോ ഇത്രയും വരും. ഇത്രയും പറഞ്ഞ എവിടെയാ? അബ്നോർമൽ മോട്ടോർ ബിഹേവിയറിനകത്ത് വാക്സിൻ ഫ്ലെക്സിബിലിറ്റി വരും, അക്കത്തീഷ്യ വരും, എന്ത് എക്കോ ലാലി വരും, എക്കോ പ്രാക്സി വരും, അനേർജിയ, മാൻഡ്രിസം, ടിക്സും ഇതെല്ലാം പറഞ്ഞ എവിടെയാ? മോട്ടോർ അബ്നോർമൽ ബിഹേവിയറിനകത്ത് വരും കേട്ടോ. ക്ലിയർ? അപ്പൊ എല്ലാവർക്കും ദ മോട്ടോർ അബ്നോർമൽ കിട്ടിയോ? Schizophrenic abnormal motor behavior. Next is altered the thought process. Altered the thought process. Altered the thought process. Schizophrenic എന്ത് വരും? The thought block വരും. Thought block വരും. ചോദ്യം വരും. ബ്ലോക്ക് വരുമോ? തോട്ടിന്റെ ബ്ലോക്ക് വരുമോ? ആ ചിന്തയിൽ ഒരു തടസ്സം വരുമോ? ആ ചിന്താഗതിയിൽ പെട്ടെന്ന് തടസ്സം വരുമോ? വരില്ലേ? വരും. ഫസ്റ്റ് തോട്ട് ബ്ലോക്ക്. അതുപോലെ തന്നെ ലൂസണിങ് ഓഫ് അസോസിയേഷൻ ഉണ്ടോ? വരാറുണ്ടോ? അതിനൂടെ പറഞ്ഞേരെ, ഉത്തരം വരുമോ? വരും. എന്താ ലൂസണിങ് അസോസിയേഷൻ? എന്താ പറഞ്ഞില്ലായിരിക്കും. ലൂസണിങ് അസോസിയേഷൻ എന്താ? ഞാൻ പറഞ്ഞുതരാം, സിമ്പിളാ പറഞ്ഞുതരാം. അറിയില്ലായിരിക്കും. ലൂസണിങ് അസോസിയേഷൻ എന്താ? റാപ്പിഡ് ആയിട്ട് എന്താണ് ഐഡിയ എന്ത് ചെയ്യും? ഒരു ടോപ്പിക്കിൽ നിന്ന് പെട്ടെന്ന് അനദർ ടോപ്പിക്കോ വിത്തൗട്ട് എ കണക്ഷൻ, ഒരു കണക്ഷനും ഇല്ലാതെ മൈൻഡിനകത്തുള്ള ഐഡിയ റാപ്പിഡായിട്ട് ഒന്നിൽ നിന്നും അടുത്തോട്ട് പോകും. ഒരു കണക്ഷൻ മറക്കരുത്. ഞാൻ എല്ലാ വാക്കും പറഞ്ഞു. ലൂസണിങ് അസോസിയേഷൻ പറയുമ്പോൾ മൈൻഡിലുള്ള ചിന്താഗതി പെട്ടെന്ന് തന്നെ മൈൻഡിനകത്തുള്ള നിങ്ങളുടെ സ്വന്തം മൈൻഡിലെ ചിന്താഗതി ഒന്നിൽ നിന്നും അനദറിലോട്ട് ഒരു കണക്ഷനും ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ് ആയിട്ട് മൂവ് ചെയ്ത് വിളിക്കാം. ലൂസണിങ് അസോസിയേഷനിലെ റാപ്പിഡ് ഷിഫ്റ്റ് ഓഫ് ഐഡിയസ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ വിത്തൗട്ട് എ കണക്ഷൻ അല്ലേ? റാപ്പിഡ് ഷിഫ്റ്റ് ഓഫ് ഐഡിയാസ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ വിത്തൗട്ട് എ കണക്ഷൻ എന്ന് വിളിക്കാം ലൂസണിങ് ഓഫ് അസോസിയേഷൻ അല്ലേ? റാപ്പിഡ് ഷിഫ്റ്റ് ഓഫ് ഐഡിയാസ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ വിത്തൗട്ട് എ കണക്ഷൻ ആണെങ്കിൽ ലൂസണിങ് ഓഫ് അസോസിയേഷൻ. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ആ വിത്തൗട്ട് മാറി റാപ്പിഡ് ഷിഫ്റ്റ് ഓഫ് ഐഡിയാസ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ. സൗണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. സൗണ്ട് ഉണ്ടല്ലോ. അതല്ലേ? എന്താണ് പ്രശ്നം? സൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ എന്താണ് കട്ടായത്? റാപ്പിഡ് ഷിഫ്റ്റ് ഓഫ് ഐഡിയ ഫ്രം വൺ ടോപ്പിക് ടു അനദർ വിത്തൗട്ട് എ കണക്ഷൻ ആണെങ്കിൽ എന്താ? ലൂസണിങ് അസോസിയേഷൻ അല്ലേ? ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ ലൂസണിങ് ഓഫ് അസോസിയേഷൻ. കണക്ഷൻ വിളിക്കാം.
കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താ, കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താ, ഫ്ലൈറ്റ് ഓഫ് ഐഡിയസ് അല്ലേ, റാപ്പിഡ് ഷിഫ്റ്റ് ഓഫ് ഐഡിയാസ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ വിത്ത് എ കണക്ഷൻ. എന്താ, ഫ്ലൈറ്റ് ഓഫ് ഐഡിയസ് അല്ലേ, ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താ, കാണുന്നില്ലേ, സ്ക്രീൻ കാണുന്നില്ലേ, ഫ്ലൈറ്റ് അല്ലേ, കാണാമല്ലോ, സ്ക്രീൻ കാണാമോ, സ്ക്രീൻ കാണാമല്ലോ, സ്ക്രീൻ കാണാമോ, സൗണ്ട് ഓക്കെ ആണോ, സൗണ്ട് ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ, ഓക്കെ അല്ലേ എല്ലാവർക്കും, പറഞ്ഞേ റാപ്പിഡ് ഷിഫ്റ്റ് ഓഫ് ഐഡിയാസ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ ടോപ്പിക് വിത്തൗട്ട് കണക്ഷൻ. എന്താ, കണക്ഷൻ, എന്താ കണക്ഷൻ ഇല്ലെങ്കിൽ എന്താ, ലൂസണിങ് ഓഫ് അസോസിയേഷൻ അല്ലേ, കണക്ഷൻ ഇല്ലെങ്കിൽ ലൂസണിങ് ഓഫ് അസോസിയേഷൻ. കണക്ഷൻ ഉണ്ടെങ്കിലോ, കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താ, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് അല്ലേ, കണക്ഷൻ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസും, കണക്ഷൻ ഇല്ലെങ്കിൽ ലൂസണിങ് ഓഫ് അസോസിയേഷനുമാണ്. ക്ലിയർ, ക്ലിയർ. സോ the thought process was in the blocking പറഞ്ഞു, ലൂസണിങ് അസോസിയേഷൻ. ക്ലിയർ ആയോ, ക്ലിയർ ആയോ, ക്ലിയർ ആയോ, ക്ലിയർ, മനസ്സിലായോ, എവിടെ, ആർക്ക്? അപ്പം തോട്ട് ബ്ലോക്ക് ഉണ്ടായി, ലൂസണിങ് അസോസിയേഷൻ. നെക്സ്റ്റ് എന്താ, നിയോലോഗിസം. നെക്സ്റ്റ് എന്താ, ആൾട്ടേർഡ് ദ തോട്ട് പ്രോസസ്. നെക്സ്റ്റ് എന്താ, നിയോലോഗിസം. എന്താണ് നിയോലോഗിസം, എന്തായിരിക്കും, എന്താ നിയോലോഗിസം, നിയോലോഗിസം എന്താ, പുതിയ പറഞ്ഞാണോ, പുതിയ വേർഡ്സ് പറഞ്ഞു, പേഷ്യന്റ് ഫുൾ സൈക്യാട്രി പേഷ്യന്റ് സ്വന്തമായിട്ട് പുതിയ പറഞ്ഞാണ് നിയോലോഗിസം, സ്വന്തമായിട്ട് പുതിയ വാക്ക് പറഞ്ഞാണ് നിയോലോഗിസം അല്ലേ. പേഷ്യന്റ് എപ്പോഴും പുതിയ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അത് നിയോലോഗിസത്തിലൂടെ, അതും സ്കിസോഫ്രീനിയ, അതും കേട്ടോ. അത് മാജിക്കൽ തിങ് ഉണ്ടെ കൂടെ എപ്പോഴും സ്വന്തമായിട്ട് ചിന്തിച്ച് മാജിക്കൽ തിങ്ങി വരാം. ഒന്നുകൂടെ, അതിന്റെ പരോണി എന്താ, അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇവിടെ പരോണി എന്താ, പരോണിയ എന്തായിരിക്കും, ഇപ്പോൾ വേറെ ഒരാൾ എന്നെ ശല്യപ്പെടുത്തുകയോ എന്നെ കൊല്ലാൻ വരുന്നോ തോന്നാണോ, വേറെ ഒരാൾ എന്നെ ശല്യപ്പെടുത്തുന്നോ എന്നെ കൊല്ലാൻ വരുന്നോ എന്ന ചിന്താഗതിയാണോ, വേറെ ഒരാൾ എന്നെ ശല്യപ്പെടുത്തുകയോ എന്നെ കൊല്ലാൻ വരുന്നോ എന്ന് തോന്നലാണോ പരോണിയ, ആണോ? വേറെ ഒരാൾ നിങ്ങളെ ഇപ്പോൾ കൊല്ലാൻ വരികയോ ശല്യപ്പെടുത്താൻ വരികയോ ഫീലിംഗ് ആണോ, അതല്ലേ, അതും വരാം. സോ പരോണിയ വരാം, മാജിക്കൽ തിങ്കിങ് വരാം, ആ നിയോലോഗിസം അതുപോലെ തന്നെ വരാം, അതുപോലെ തന്നെ ലൂസണിങ് ഓഫ് അസോസിയേഷൻ വരാം, ആൻഡ് ബ്ലോക്കിംഗ് ഓഫ് തോട്ട് വരാം, പിന്നെ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി വരാം, സൊമാറ്റിക് ആൻഡ് പെർസിക്യൂഷൻ. ഒന്നുകൂടെ ചോദ്യം വരും, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി ഏറ്റവും കൂടുതൽ കാണാറില്ല, ചോദ്യം വരും. ദ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി ഏറ്റവും കൂടുതൽ കാണാർക്കാം ആരല്ല, സ്കിസോഫ്രീനിയല്ലേ, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി ഏറ്റവും ചോദ്യം വരും. ആരിലുള്ളത് സ്കിസോഫ്രീനിയല്ലേ, സ്കിസോഫ്രീനിയ. അതുപോലെ തന്നെ സൊമാറ്റിക്കും ആൻഡ് പെർസിക്യൂട്ടറി ഡെലൂഷൻ കാണും, സൊമാറ്റിക്കും ആൻഡ് പെർസിക്യൂട്ടറി ഡെലൂഷൻ കാണും സ്കിസോഫ്രീനിയ. സൊമാറ്റിക്, പെർസിക്യൂട്ടറിയും അതുപോലെ തന്നെ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി കാണും സ്കിസോഫ്രീനിയ കാണും. ക്ലിയർ, എത്രയാണ് പഠിച്ചത്? ആൾട്ടേർഡ് ദ തോട്ട് പ്രോസസ് ക്ലിയർ, ആൾട്ടേർഡ് ആയിട്ടുള്ള ദ തോട്ട് പ്രോസസ് ക്ലിയർ, ആൾട്ടേർഡ് ദ തോട്ട് പ്രോസസ് ക്ലിയർ, ആൾട്ടേർഡ് ആയിട്ടുള്ള ദ തോട്ട് പ്രോസസ് ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരു കാര്യം പറയാം, ഇത് പഠിച്ച ശേഷം ബാക്കി എല്ലാ ക്ലാസ്സിന് ശേഷം റിവൈസ് കേട്ടോ, ബാക്കി എല്ലാ ക്ലാസ്സിന് ശേഷം റിവൈസ് കേട്ടോ, ബാക്കി എല്ലാ ക്ലാസ്സിന് ശേഷം റിവൈസ് ചെയ്യണം കേട്ടോ. ഈവൻ നോട്ട് ആയാലും പോലും, ഈവൻ ഓരോ നോട്ട് വീണ്ടും വായിക്കുക. ഓക്കെ, അവിടെ ചെയ്യേണ്ട കാര്യം ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെക്കോർഡിങ് മാത്രം കാണുക, അല്ലാതെ അവൾ ഒരിക്കൽ കണ്ട റെക്കോർഡിങ് പിന്നെ കാണരുത് കേട്ടോ. ഒരിക്കൽ പഠിച്ച റെക്കോർഡിങ് പിന്നെ കാണരുത്. ഞാൻ പറയാം, ഒരിക്കൽ കണ്ട റെക്കോർഡിങ് പിന്നെ കാണരുത്. നോട്ട് പഠിക്കുക, ഒരിക്കൽ ഒന്ന് പഠിച്ചെങ്കിൽ മാത്രം ആ നോട്ട് വായിക്കുക, പഠിച്ചില്ലെങ്കിൽ മാത്രം റെക്കോർഡ് കേട്ടോ. ഓപ്പണ പറയാം, ഒരിക്കൽ പഠിച്ച റെക്കോർഡിങ് ഇനി കാണരുത് കേട്ടോ. ഒരിക്കൽ പഠിച്ച റെക്കോർഡിങ് ഇനി കാണരുത് കേട്ടോ.
കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ പഠിച്ച റെക്കോർഡിംഗ് ഇനി കാണരുത്. നോട്ട് വായിക്കുക. പഠിക്കാത്ത റെക്കോർഡിംഗ് ആണെങ്കിൽ കാണുക കേട്ടോ. പഠിക്കാത്ത റെക്കോർഡിംഗ് ആണെങ്കിൽ പഠിക്കുക. അതൊക്കെ അല്ലേ? പഠിക്കാതെ റെക്കോർഡിംഗ് ക്ലാസ് കാണുക. പഠിക്കാതെ റെക്കോർഡിംഗ് ക്ലാസ് കാണുക. പഠിച്ച റെക്കോർഡിംഗ് വീണ്ടും കാണരുത്. പഠിച്ച റെക്കോർഡിംഗ് വീണ്ടും കാണരുത്. നോട്ട് വായിക്കുക. പഠിക്കാതെ റെക്കോർഡിംഗ് വീണ്ടും കാണുക. ഓക്കെ അല്ലേ? സത്യം പറയാണ്, ഓപ്പണ പറയാണ്. വീണ്ടും വീണ്ടും ഒരിക്കൽ പഠിച്ച റെക്കോർഡിംഗ് വീണ്ടും കാണരുത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എസ് അല്ലേ? എസ് അല്ലേ? എവിടെയാ എസ് ഒക്കെ ഉണ്ടോ? So next is the delusion of or the disorder of perception. Next is the disorder of perception disorder. So next year you know the disorder of perception. Disorder of perception. Disorder of perception. ഒരു മിനിറ്റ്. അപ്പോൾ എന്തൊക്കെയുണ്ട് പറഞ്ഞേ. പെർസെപ്ഷൻ ഡിസോർഡർ എന്തൊക്കെയുണ്ട്? പെർസെപ്ഷൻ ഡിസോർഡേഴ്സ് എന്തൊക്കെയുണ്ട്? ആർക്ക് പറഞ്ഞേ? പെർസെപ്ഷൻ ഡിസോർഡർ എന്തൊക്കെയുണ്ട്? ഇലൂഷൻ ഹാലുസിനേഷൻ ഉണ്ടോ? ഇലൂഷനും ഹാലുസിനേഷൻ ഉണ്ടോ? ഇലൂഷനും ഹാലുസിനേഷൻ ഉണ്ടോ? ഇലൂഷനും ഹാലുസിനേഷൻ ഉണ്ടോ? ഉണ്ടോ? യൂഷ്വലി ഏറ്റവും കൂടുതൽ ഏതാ? പെർസെപ്ഷൻ ഡിസോർഡറിനകത്ത് ഏറ്റവും കൂടുതൽ ഇലൂഷനോ ഹാലുസിനേഷനോ? ഹാലുസിനേഷൻ അല്ലേ? ഹാലുസിനേഷൻ ഇസ് മോസ്റ്റ് കോമൺ അല്ലേ? ഹാലുസിനേഷൻ മോസ്റ്റ് കോമൺ. പെർസെപ്ഷൻ ഡിസോർഡർ എപ്പോഴും ആരെ കൂടുതലുള്ള? ഹാലുസിനേഷൻ അല്ലേ? ഇനി അതിനകത്ത് ഹാലുസിനേഷനകത്ത് ആരെ കൂടുതലുള്ള? ഹാലുസിനേഷൻ അകത്താരാ? ഓഡിറ്ററി ഹാലുസിനേഷൻ അല്ലേ? ഹാലുസിനേഷൻ അകത്താരാ? ഓഡിറ്ററി ഹാലുസിനേഷൻ എപ്പോഴും കാണാൻ ശരിയല്ലേ? അല്ലേ? ശേഷം അല്ലേടെ ഇത് പെർസെപ്ഷനകത്ത് ഇലൂഷനും ഹാലുസിനേഷനും അതുപോലെ തന്നെ അത് ധാരാളം എന്താ ഇമോഷണൽ ഇത് ഡിസ്റ്റർബൻസ് ഉണ്ട്. ലൈക്ക് അപ്പതി ഇത് മിസ്ട്രസ് ഉണ്ടാവാറുണ്ടോ? ഇത് പെർസെപ്ഷൻ ഇലൂഷനും ഹാലുസിനേഷൻ കഴിഞ്ഞിട്ട അപ്പതിയും അത് മിസ്ട്രസ് ഉണ്ടാവാറുണ്ടോ? വിശ്വാസമില്ലാത്ത അവസ്ഥ, ഒരാളുടെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാറുണ്ടോ? പെർസെപ്ഷൻ ഡിസോർഡറിനകത്ത് ഇലൂഷനും ഹാലൂസിനേഷൻ കഴിഞ്ഞിട്ട് എന്താ ഒരാളുടെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാറുണ്ടോ? ഇമോഷണൽ ഡിസ്റ്റർബൻസ് ലൈക്ക് മിസ്ട്രസ് ഉണ്ടാറുണ്ടോ? എപ്പതിയും ഉണ്ടാവാറുണ്ടോ? വിശ്വാസമില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. So next is the disorder of conscience എന്തൊക്കെയാ? So the next is the disorder of conscience എന്തൊക്കെയാ? എന്തൊക്കെ ഉണ്ടായിരിക്കും? The disorder of conscience എന്തൊക്കെയാ? സ്റ്റൂപ്പർ ഉണ്ടോ? ലൈക്ക് സ്റ്റൂപ്പർ ഉണ്ടോ? സ്റ്റൂപ്പർ ഉണ്ടോ? പഠിച്ച സ്കിസോ ഇതാണോ? സ്കിസോ പഠിക്കുമ്പോൾ ഇത് പഠിക്കട്ടോ. സ്കിസോഫ്രീന് മാത്രം ഇത്ര മണിക്കൂർ പഠിക്കാനില്ലേ? സ്കിസോഫ്രീന് മാത്രം ഇത്ര മണിക്കൂർ പഠിച്ച ചോദ്യം ഉണ്ട് കേട്ടോ. അല്ലാതെ വെറുതെ പറയില്ല കേട്ടോ. വെറുതെ ഇല്ലേ ഇത്രയും പറയാറില്ല കേട്ടോ. വെറുതെ ഇത്രയും പറയാറില്ല. ചോദ്യം ഉറപ്പായും വരും. അതുപോലത്തെ ചോദ്യപ്പെടുന്നതാണ്. ദ ടൈപ്സ് ഇതൊക്കെയാ? ദ ടൈപ്സ് ഓഫ് സ്കിസോ ഇതൊക്കെയാ? ദ ടൈപ്സ് ഓഫ് സ്കിസോ ഇതൊക്കെയാ? The types of schizophrenia ഏതൊക്കെയാ? The types of schizophrenia ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഇസ് ദ പാരനോഡ് അല്ലേ? ദ ടൈപ്സിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യം പാരനോഡ്. ഇനി എല്ലാ ദിവസവും എല്ലാം പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിനകത്ത് വരുമ്പോഴേ ഇത് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം ഇത് മുൻകൂട്ടി പഠിച്ച് കേട്ടോ. എല്ലാ കാര്യം പെൻഡിങ് ഇടാതെ പഠിച്ച ശേഷം മാത്രം ഇന്ന് ക്ലാസ് പഠിക്കോ? എല്ലാ കാര്യവും പഠിച്ച ശേഷം മാത്രം വന്ന് ക്ലാസ് പഠിക്കോ? ഇനി കേട്ടോ കേൾക്കുന്നുണ്ടോ? എല്ലാ കാര്യവും പഠിച്ച ശേഷം മാത്രം ക്ലാസ് പഠിക്കോ?
പഠിക്കുമോ? എസ് അല്ലേ? രാത്രിയും പകലും വരുമല്ലോ. സോ ദ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് ഈസ് ദ പേരോട് എന്താ? ഫസ്റ്റ് ഈസ് ദ പാരനോട് എന്താ? ചോദ്യം പോലെ ഫസ്റ്റ് ടൈപ്പ് ആണ് പാരനോട് സ്കിസോഫ്രീനിയ. എന്താ ടൈപ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഈസ് ദ പാരനോട് എന്താ? പാരനോട് സ്കിസോഫ്രീനിയ എന്താ? ചോദ്യം വരും, ചോദ്യം വരും, ചോദ്യം വരും. എന്താ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ദ സ്കിസോഫ്രീനിയ എന്താ? ചോദ്യം വരും. ചോദ്യമാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ദ സ്കിസോഫ്രീനിയ എന്താ? ചോദ്യം വരും, ചോദ്യമാണ്. മോസ്റ്റ് എക്സാം സ്ഥിരം ചോദ്യമാണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ദ സ്കിസോഫ്രീനിയ എന്താ? പാരനോട് അല്ലേ? ഇത് സ്ഥിരം ചോദ്യമാണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ദ സ്കിസോഫ്രീനിയ എന്താ? പാരനോട്. മറക്കരുത്, സ്ഥിരം ചോദ്യമാണ്. പാരനോട് സ്കിസോഫ്രീനിയ ആണ് സ്കിസോഫ്രീനിയ എല്ലാവരെയും മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറയുന്നത്. എന്താ സംഭവം? എന്താ ഇവിടെ എന്ന് നടക്കും? അറിയില്ലായിരിക്കും. പറഞ്ഞ് എന്ന് നടക്കും? എന്താ സംഭവം? എന്താ? ആർക്ക് പറയാം? ആർക്ക് പറയാം? എന്താണ് ഇവിടെ നടക്കുന്നത്? അയാൾക്ക് എന്തുണ്ടാവും? അയാൾക്ക് എന്തുണ്ടാവും? എന്തുണ്ടാവും? സംശയരോഗമാണോ? പറഞ്ഞേ, സംശയരോഗമാണോ? പറഞ്ഞേ, ഇവിടെ എന്താണ് നടക്കുന്നത്? ആണോ? സംശയമാണോ? എന്നെ ആരോ കൊല്ലാൻ വരുന്നു, എന്നെ ആരോ ഉപദ്രവിക്കപ്പെടുന്നു, എന്താണ് എന്റെ വൈഫിന് വേറെ ബന്ധമുണ്ടോ? സംശയം ഉണ്ടായിരിക്കൂടെ? സംശയം ഉണ്ടായിരിക്കും. എന്നെ ആരോ കൊല്ലാൻ വരുന്നു, എന്നെ ആരോ ഉപദ്രവിക്കപ്പെടുന്നു, വൈഫിന് വേറെ റിലേഷൻ ഉണ്ടോ? ഉണ്ടാവില്ലേ? 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 അത് കളിയാട്ടല്ലേ? അല്ല, ഉണ്ടായിരിക്കൂടെ? പറഞ്ഞേ, ഇവിടെ മെയിൻ ആയിട്ട് എന്തായിരിക്കും? എന്തായിരിക്കും പ്രശ്നം? എന്തായിരിക്കും? എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന മെയിൻ എന്താ? ഇത് ഡെലൂഷൻ അല്ലേ? ഞാൻ പറയാണ് പേരനോടിനകത്തെ പേരനോട് മെയിൻ പ്രശ്നം എന്താ? ഇത് ഡെലൂഷൻ അല്ലേ? ഡെലൂഷൻ ആണോ? ഡെലൂഷൻ ആണോ? പേരനോടിന്റെ ക്ലാസിക്കൽ ഫീച്ചർ എന്താ? പേരനോടിന്റെ ക്ലാസിക്കൽ ഫീച്ചർ എന്താ? പാരനോഡ് സ്കിസോഫ്രീനിയുടെ ക്ലാസിക്കൽ ഫീച്ചർ എന്താ? ഡെലൂഷൻ ആണ്. ഡെലൂഷൻ ആണ്. ശരിയല്ലേ? പാരനോഡിനകത്ത് വരുന്ന മെയിൻ ഫീച്ചർ എന്താ? ഡെലൂഷൻ ആണ്. ഇല്ല, എന്ത് എന്നെ ആരോ കൊല്ലാൻ വരുന്നു, എന്നെ ആരോ ഉപദ്രവിക്കപ്പെടുന്നു, എന്നെ ആരോ അപായപ്പെടാൻ ശ്രമിക്കുന്നു, ഇത് വൈഫിന് എന്തോ റിലേഷൻ ഉണ്ട്. തോന്നാറില്ലേ? 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 അല്ലേ? തോന്നാറില്ലേ? പെർസിക്യൂട്ട് ഇല്യൂഷൻ അല്ലേ? പെർസിക്യൂട്ട് ഇല്യൂഷൻ അല്ലേ വരാറുണ്ട്. സോ ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതാ? സ്കിസോഫ്രീനിയ മോസ്റ്റ് കോമൺ എന്താ? പാരനോഡ് അല്ലേ? അല്ല, എപ്പോഴും എന്താണ് ഭയങ്കര എന്തായിരിക്കും? ജലസ് ആയിരിക്കും. അത് ഗ്രാൻഡ്യൂസിറ്റി ഉണ്ടോ? അത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസിറ്റി ഉണ്ടായിരിക്കും. ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസിറ്റി ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കില്ലേ? ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഓഡിറ്ററി ഹാലൂസിൻ ഉണ്ട് കേട്ടോ. ഓഡിറ്ററി ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കില്ലേ? അല്ലേ? പഠിക്കേണ്ട കാര്യം ഇത് പറയുമ്പോഴേ, പാരനോട് പഠിക്കുമ്പോഴേ അറിയേണ്ട കാര്യം, ഇത് പ്രശ്നം എന്താ? സംശയമല്ലേ? ഇത് പ്രശ്നം എന്താ? സംശയമല്ലേ? പാരനോട് പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിഞ്ഞ കാര്യം എപ്പോഴും പ്രശ്നം എവിടെ? സംശയമല്ലേ? പാരനോട് പഠിക്കും പ്രശ്നം എവിടെയാ? പാരനോട് പഠിക്കും പ്രശ്നം എവിടെ? സംശയമല്ലേ? സസ്പീഷ്യസ് അല്ലേ പ്രശ്നം എപ്പോഴും? പേഷ്യന്റ് എപ്പോഴും സസ്പീഷ്യസ് അല്ലേ? സംശയമല്ലേ എപ്പോഴും? അല്ലേ? പേഷ്യന്റ് എപ്പോഴും വിശ്വാസമില്ലായ്മ ഉണ്ടാവും അല്ലേ? ആരോടും. അത് ഇപ്പം സ്റ്റാഫ് നേഴ്സ് ആയാലും ഫാമിലി ആയാലും ആരോടൊരിക്കലും വിശ്വാസമില്ലായ്മ അല്ലേ? അതല്ലേ പാരനോഡ്? എല്ലാ ആൾക്കാരോടും, അതിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും വൈഫായാലും എന്താ സ്റ്റാഫ് നേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും പേഷ്യന്റ് ഒരിക്കലും വിശ്വാസമില്ലായ്മ വന്നാൽ അത് പാരനോഡാണ് അല്ലേ? ശരിയല്ലേ? ക്ലിയർ? 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 ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് ടൈം കിട്ടിയോ? ഫസ്റ്റ് ടൈം ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? പേന കിട്ടിയോ? എല്ലാരും കിട്ടിയോ? സെക്കൻഡ് ഈസ് കാറ്റോണിക്. സെക്കൻഡ് ഈസ് കാറ്ററ്റോണിക്. കാറ്ററ്റോണിക് എന്തായിരിക്കും? 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 അവിടെ കുറച്ച് പഠിക്കാനുണ്ട്. എന്തായിരിക്കും? എന്തായിരിക്കും? പറഞ്ഞേ, എന്തായിരിക്കും? പറഞ്ഞേ എന്തായിരിക്കും? എന്തായിരിക്കും?
പേഷ്യന്റ് എപ്പോഴും സൈക്കോമോട്ടർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. സൈക്കോമോട്ടർ ആക്ടിവിറ്റി ഓർ ദ ഡിസോർഡർ ഉണ്ടായിരിക്കും. സൈക്കോമോട്ടർ ഡിസോർഡർ ഉണ്ടായിരിക്കും. ലൈക്ക് വാക്സി ഫ്ലെക്സിബിലിറ്റി, stupor, excitement, echolalia, echopraxia ഉണ്ടായിരിക്കും. echolalia, echopraxia, waxy flexibility ഉണ്ടായിരിക്കോ? 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 ഉണ്ടായിരിക്കില്ലേ? പറഞ്ഞോ, ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞില്ലേ, പച്ച മലം പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് എപ്പോഴും സിമ്പിളാ പറഞ്ഞ എപ്പോഴും എക്സൈറ്റ്മെന്റ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് കാറ്ററ്റോണിക് എന്ന് പറഞ്ഞ പേഷ്യന്റ് എക്സൈറ്റ്മെന്റ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്താ കാറ്ററ്റോണിക് എന്ന് പറഞ്ഞ പേഷ്യന്റ് എപ്പോഴും എക്സൈറ്റ്മെന്റ് അല്ലേ? എക്സൈറ്റ്മെന്റ് ആണോ? എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ഉണ്ടല്ലേ? അത് മ്യൂട്ട് ആയിരിക്കും. ഒന്നും മിണ്ടില്ല, സംസാരിക്കില്ല, അനങ്ങില്ല, ഒന്നും മിണ്ടില്ല, അനങ്ങി ഉണ്ടായിരിക്കോ? അത് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കുമല്ലോ. നെഗറ്റീവ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകില്ലേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകില്ലേ? ഈ പറഞ്ഞ ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്നതാണ്. പേഷ്യന്റ് അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലേ അവൻ അങ്ങോട്ട് പോകും. ഈ പറഞ്ഞ പേഷ്യന്റ് അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയുമ്പോഴും എന്ത് ചെയ്യും? അവൻ അങ്ങോട്ട് പോകും. അതെല്ലാം നെഗറ്റീവ്സും എല്ലാം കാണുന്ന എവിടെയാ കാറ്ററ്റോണിക് അല്ലേ? ക്ലിയർ. എക്കോലാലി കാണും, എക്കോപ്രാക്സി കാണും, വാക്സി ഫ്ലെക്സിബിലിറ്റി കാണും, സ്റ്റൂപ്പർ കാണും, എക്സൈറ്റ്മെന്റ് കാണും, അതുപോലെ തന്നെ നെഗറ്റീവ്സും എപ്പോഴും കാണും. ക്ലിയർ. So next is disorganized or the heavy feeling schizophrenia. മൂന്നാമത്തെ ടൈപ്പ് ആണ് ഇത്. ഡിസോർഗനൈസ്ഡ് അല്ലെങ്കിൽ ഹെവി ഫീലിംഗ് സ്കിസോഫ്രീനിയ. എന്താ ഇവിടെ പ്രശ്നം? എവിടെയാ? ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഇവിടെ പ്രശ്നം എവിടെയാ? ഡിസോർഗനൈസ്ഡ് അല്ലെങ്കിൽ ഹെവി ഫീലിംഗ് സ്കിസോഫ്രീനിയ പറയുമ്പോൾ ഇവിടെ പ്രശ്നം എവിടെയാ? തോട്ടുണ്ടോ? സ്പീച്ച് ബിഹേവിയറും തോട്ടുണ്ടോ? സ്പീച്ചും ആൻഡ് ബിഹേവിയറും തോട്ട് പ്രശ്നമാണോ? സ്പീച്ചും ബിഹേവിയറും തോട്ട് പ്രശ്നമാണോ? ആണോ? അതുപോലെ തന്നെ സോഷ്യൽ വിട്ടുകളുണ്ടോ? ഉണ്ടല്ലേ? പറഞ്ഞതല്ലേ? ആലോചിച്ച് നോക്കിയേ. പേരനോട് ബന്ധു പറഞ്ഞാൽ ഇപ്പൊ സസ്പീഷ്യസ് അല്ലേ? ആലോചിച്ച് നോക്കിയേ. പേരനോട് മീൻസ് ഇപ്പോൾ സസ്പീഷ്യസ് അല്ലേ? സംശയമല്ലേ? അല്ലേ? ആലോചിച്ച് നോക്കിയേ. പേരനോട് പറയുമ്പോഴും സസ്പീഷ്യസ്, സംശയമല്ലേ? പെർസെപ്ഷൻ പ്രശ്നമല്ലേ? അല്ലേ? സംശയമല്ലേ? നമ്മുടെ എല്ലാവരും പെർസെപ്ഷൻ പ്രശ്നം എന്നല്ലേ പേരനോടല്ലേ? അതുപോലെ തന്നെ സൈക്കോമോട്ടർ ആക്ടിവിറ്റി പ്രശ്നം വന്നാൽ കാറ്ററ്റോണിക് അല്ലേ? സൈക്കോമോട്ടർ ആക്ടിവിറ്റിക്ക് പ്രശ്നം വന്നാൽ അത് കാറ്ററ്റോണിക് അല്ലേ? മറക്കരുത്, സസ്പീഷ്യസ് ആണ്. തോട്ട് പ്രശ്നം വന്നാൽ, പെർസെപ്ഷൻ പ്രശ്നം വന്നാൽ അത് പേരനോടാണ്. അതേപോലെ സൈക്കോമോട്ടർ ആക്ടിവിറ്റി പ്രശ്നം എന്താണ്? അത് കാറ്ററ്റോണിക് അല്ലേ? കുഞ്ഞ് പറഞ്ഞേടേ. അതേസമയം തേർഡ് എന്താ? ഇത് ഡിസോർഗനൈസ്ഡ് അല്ലെങ്കിൽ ഹെവി ഫ്രീനിക് എന്തായിരിക്കും? നമ്മുടെ തോട്ടിലും സ്പീച്ചിലും ബിഹേവിയർ ഫെയിൽ വരുന്നല്ലേ? നമ്മളെല്ലാവരും ചിന്താഗതിയിലും ബിഹേവിയറിലും സ്പീച്ചിലും എല്ലാം ഫെയിൽ വരുന്നല്ലേ? അല്ലേ? എല്ലാവരുടെയും ചിന്താഗതിയും തോട്ടിലും സ്പീച്ചിലും ബിഹേവിയറിലും പ്രശ്നം വന്നാൽ എന്ത് ടൈപ്പാ? എല്ലാവരുടെയും തോട്ടിലും സ്പീച്ചിലും ബിഹേവിയറിലും പ്രശ്നം എന്താ? ഹെവി ഫ്രീനിക്. മറക്കരുത്, സസ്പീഷ്യസ് തോട്ട് മാത്രം എന്തായിരിക്കും? സസ്പീഷ്യസ് ആയിട്ടുള്ള സംശയം മാത്രം എന്തായിരിക്കും? ഏറ്റൈപ്പാ? പാരനോയിഡ്. സസ്പീഷ്യസ് ഉള്ള സംശയ രോഗം പാരനോയിഡ്. സൈക്കോമോട്ടർ ആക്ടിവിറ്റിയുള്ള പ്രശ്നം എന്താ? കാറ്ററ്റോണിക് അല്ലെ? അതുപോലെ തന്നെ തോട്ടിലും സ്പീച്ചിലും ബിഹേവിയറിലും എല്ലാത്തിലും പ്രശ്നം എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ഹെവി ഫ്രീനിക്. മൂന്നും ക്ലിയർ ആയോടെ? മൂന്നും ക്ലിയർ ആയോ? മനസ്സിലായോ? വേറെവിടെ എന്താ? തോട്ട് പ്രശ്നം, സംശയം. പക്ഷെ കാറ്ററ്റോണിക് എന്താ? മോട്ടോർ ആക്ട് പ്രശ്നമല്ലേ? അതുപോലെ ഹെവി എന്താ? തോട്ടിലും സ്പീച്ചിലും ബിഹേവിയറിലും എല്ലാം പ്രശ്നം എന്താ?
ഹെബി പ്രതിക്കൽ ഏറ്റവും പ്രശ്നക്കാരപ്പോൾ ഏറ്റവും പ്രശ്നക്കാരനാണ് നിങ്ങളതല്ലേ അല്ലേ? ഫസ്റ്റ് സംശയം മാത്രമേ അല്ലേ? ഫസ്റ്റ് സംശയമുള്ളൂ. രണ്ടാമത്തവൻ എല്ലാം കൈയും കാലും കൊണ്ട് പ്രകടിപ്പിക്കും. മൂന്നാമത്തവൻ എന്താണ്? സംശയമുണ്ട്, സംസാരത്തിലും പറയും, സ്വഭാവത്തിലും ഉണ്ട്, ആൻഡ് ബിഹേവിയറിലേ. ശരിയല്ലേ? മൂന്നാമത്തെ ആളാണ് എന്താണ്? സംശയിക്കുകയും ചെയ്യും, അത് വാക്കുകൊണ്ട് പറയുകയും ചെയ്യും, ബിഹേവിയറോടെ പെരുമാറുകയും ചെയ്യും, ആക്ടിവിറ്റി ചെയ്യാനും ഉണ്ടല്ലോ. ആർക്കും കാണാറില്ലേ? കാണാറില്ലേ? ഞാൻ പറയുന്നില്ല കാണാറില്ലേ? കാണുന്നില്ലേ? എല്ലായിടത്തും എക്സാം പറയുന്നില്ല, കാണുന്നില്ല എല്ലാരും? അതാ, അത്രേ ഉള്ളൂ. കാണുന്നില്ലേ? അറിയാമല്ലോ. അതൊക്കെ ഉള്ളു കേട്ടോ, അതൊക്കെ ഉള്ളു. യെസ്, അതേ ഉള്ളു ഇതിനകത്ത്. ഈ പറഞ്ഞ ഹെവി പണിക്കില്ലേ എപ്പോഴും എന്താ 25 വയസ്സ് ബിഫോറിൽ എപ്പോഴും ചോദ്യം വരും. ഇത് പൂവർ പ്രൊഫസറാ. 25 വയസ്സിന് മുമ്പല്ലേ? ഇത് ബിഫോർ 25 വന്നാരാ ഹെവി പണി കേട്ടോ, മറക്കരുത്. ഇപ്പൊ ബാക്കിയുള്ള ഏത് ടൈപ്പ് കാർഡിലും ഇപ്പൊ ബാക്കിയുള്ള ടൈപ്സിനെക്കാട്ടിലും എപ്പോഴും 25 വയസ്സിന് തൊട്ട് മുമ്പ് വരാം ഈ പറഞ്ഞ ഹെവി ഫ്രീലി വരാം കേട്ടോ. അതും മാത്രമല്ല, ആ ഡിസീസ് കമ്പയർ ചെയ്യുമ്പോൾ ഇസ് ദ പൂവർ പ്രോഗ്രസ് ആണ്. ഇത് ഡിസീസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ദ പൂവർ ദ പ്രോഗ്നോസ് ആണ് ഹെവി ഫ്രീനിക് എന്ന് മറക്ക ചോദ്യം കേട്ടോ. ദ പൂവർ പ്രോഗ്നോസ് എന്താണ് ഹെവി ഫ്രീനിക് എന്ന് പറയുന്നത്. ക്ലിയർ? തേർഡ് കഴിഞ്ഞു. ഫോർത്ത് ഏതാ? ഫോർത്ത് ഉണ്ടോ? ഏതാ ഫോർത്ത് ഏതാ? ഫോർത്ത് ഏതാ? അൺഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് കേട്ടോ. ഇവൻ ഒന്നിലും പെടത്ത കേട്ടോ. ഇവൻ ഒന്നിലും പെടത്ത കേട്ടോ. എന്ത് സംഭവിക്കും? ഇവൻ കാറ്റോണിക് ആണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ലേ? ഇവൻ കാറ്റോണിക് ആണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. പേരനോടാണോ? പറയാൻ പറ്റില്ല. ഓർഗനൈസ്ഡ് ആണോ? ആണോ? പറയാൻ പറ്റില്ല. ഒന്നിലും പെടത്തല്ലേ? ഓർഗനൈസ്ഡ് ആണോ? അറിയില്ല. കാറ്റോണിക് അറിയില്ല. പേരനോടാണോ? ഒന്നിനും പെടത്തല്ലേ ഇവൻ? അല്ലേ? പക്ഷെ എപ്പോഴും ഇത് വരുമ്പോഴേ അൺഡിഫറൻസ് വരുമ്പോൾ രണ്ട് അസുഖങ്ങളുടെ സിംറ്റംസ് കാണിക്കില്ലേ? എപ്പോഴും അൺഡിഫറൻസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് അസുഖങ്ങളുടെ സിംറ്റംസ് എപ്പോഴും കാണിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ ടൈപ്സിനകത്തുള്ള രണ്ട് അസുഖങ്ങളിലെ രണ്ട് ഡിസീസിന്റെ എപ്പോഴും എന്താണ് ഈ സിംറ്റംസ് എപ്പോഴും ഇവിടെ അൺഡിഫറൻഷ്യനകത്ത് കാണിക്കാറുണ്ട്. ക്ലിയർ? നേരത്തെ പറഞ്ഞ രണ്ട് അസുഖത്തിൽ ഏതെങ്കിലും സിംറ്റംസ് എല്ലാം കാണിച്ചാൽ എന്ത് വിളിക്കാം? ഡിഫറൻഷിയേറ്റഡ് ടൈപ്പ്. ലാസ്റ്റ് വൺ ഈസ് റെസിഡുവൽ സ്കിസോഫ്രീനിയ. ലാസ്റ്റ് വൺ ഈസ് റെസിഡുവൽ. എന്തായിരിക്കും? അറിയാം. ഒരിക്കൽ സ്കിസോഫ്രീനിയ വന്നു, പേഷ്യന്റ് പാർസൽ ട്രീറ്റ്മെന്റ് എടുത്തില്ലേ? അത് സുഖം. ഒരിക്കൽ സ്കിസോഫ്രീനിയ വന്നു, പേഷ്യന്റ് പാസ്റ്റ് ഇയേഴ്സിൽ അതിന്റെ എല്ലാ മെഡിസിൻ കഴിച്ചു, പിന്നെ വന്നില്ല. എന്ത് പറ്റും ലക്ഷം? എന്ത് പറ്റും പറഞ്ഞേ? അതായത് പേഷ്യന്റിന് സ്കിസോഫ്രീനിയ വന്നു, നമ്മളെല്ലാം ഫുൾ കൊടുത്തു, ഫുൾ മെഡിസിനും ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു, അസുഖം മാറി. പിന്നെ ചെറിയ സോഷ്യൽ ഐസൊലേഷനും ചെറിയ സിംറ്റംസും മാത്രം കാണിച്ച എന്ത് വിളിക്കാം? ഒരിക്കൽ അസുഖം വന്നു, അസുഖമെല്ലാം മാറി. പേഷ്യന്റ് ഒരിക്കൽ വന്ന അസുഖമാണ്, എല്ലാം മാറി, നമ്മൾ ഫുൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, അസുഖം എല്ലാം മാറി. വീണ്ടും ചെറിയ സിംറ്റംസ് ലൈക്ക് സോഷ്യൽ ഐസൊലേഷൻ, ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം കണ്ടുപിടിക്കാം. റെസിഡുവൽ സ്കിസോഫ്രീനിയ. പ്രത്യേകം അറിയാമോ? പേഷ്യന്റ് എപ്പോഴും ഹൈജീൻ ആകട്ടെ, ഒരു വൃത്തി കണ്ടോ പേഷ്യന്റില്ലേ? പേഷ്യന്റ് ഒരിക്കലും പല്ല് തേക്കുകയോ കുളിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യം കണ്ടോ. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്? അസുഖം മാറിയാൽ
ഒരിക്കലും വന്നാലും അസുഖം മാറി എന്താണ് പേഷ്യൻ അധികം വൃത്തിയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. ചെറിയ സിംറ്റംസ് എപ്പോഴും പേഷ്യനെ കാണിച്ചു കൊടുക്കും കേട്ടോ. എന്തെങ്കിലും ഒരിക്കൽ വന്ന അസുഖം മാറിയാലും ചെറിയ ചെറിയ സിംറ്റം ലൈക്ക് സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവാം. ചെറിയ ബാക്കി സിംറ്റംസ് എല്ലാം എപ്പോഴും കാണിക്കും. ക്ലിയർ? സ്കിസോ കിട്ടിയോ? സ്കിസോഫ്രീൻ ഫുൾ മനസ്സിലായോ? സ്കിസോഫ്രീൻ ഫുൾ മനസ്സിലായോ? 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 6, 7, 8, 9, 10 ആയോടെ? 6 മണി, 6, 7, 8, 9, 10 ആയോ? ആരിക്കും എത്ര ഇരിക്കോ? ഇരിക്കോ? ആരെങ്കിലും എത്രമേ? ആരെങ്കിലും ഇരിക്കും എത്രമേ? ഇല്ലല്ലോ. സോ നെക്സ്റ്റ് ആണ് ആന്റിസൈക്കോട്ടിക്സ്. സോ നെക്സ്റ്റ് ഹെഡിങ് ആണ് ആന്റിസൈക്കോട്ടിക് ഇൻ ഡ്രഗ്സ് ആണ് പഠിക്കും കേട്ടോ. സോ നെക്സ്റ്റ് ആണ് ആന്റിസൈക്കോട്ടിക് ഇൻ ഡ്രഗ്സ്. സ്മോൾ ബ്രേക്ക് ആണോ? സ്മോൾ ബ്രേക്ക് ആണോ? സ്മോൾ ബ്രേക്ക് ആണോ? എന്ത് ചെയ്യട്ടെ? ഇത് ഫുൾ ക്ലോസ് ചെയ്യട്ടെ? ഇത് ഫുൾ ക്ലോസ് ചെയ്യട്ടെ? ഇത് ഫുൾ ക്ലോസ് ചെയ്യട്ടെ? ഇത് ഫുൾ ക്ലോസ് ശേഷം ആന്റിസൈക്കോട്ടിക്സ് ഒരു 11 സ്റ്റാർട്ട് ചെയ്യട്ടെ? ഇത് ഫുൾ ക്ലോസ് ശേഷം ആന്റിസൈക്കോട്ടിക് ഒരു 11 സ്റ്റാർട്ട് ചെയ്യും. 11 മണിക്ക് 6, 7, 8, 10 അല്ലേ? മതിയോ? എല്ലാം ഫുൾ ക്ലോസ് ശേഷം ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ? 11 PM. ഓക്കെ, ബൈ. 11 PM. പോയില്ലെങ്കിലേ വരും. എവിടെ പോവാൻ? വരും കേട്ടോ.